വിശുദ്ധ ബൈബിൾ പല പ്രാവശ്യം വായിക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ പല പ്രാവശ്യം വായിക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ബൈബിൾ സ്കൂളിൽ പോയ സമയത്ത്, ബൈബിൾ സ്കൂളിലോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന്, എന്തുകൊണ്ട് ബൈബിൾ കോളേജിൽ വന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ബൈബിൾ സ്കൂളിൽ വന്നത്? അപ്പം നമുക്കന്ന് നമ്മൾ പറയുന്നൊരു വേർഡാണ് ആത്മഭാരം. അങ്ങനെയാണ് അന്ന്. ഇനി അത് ഇല്ലെങ്കിലും നമ്മളെ കൊണ്ടുപോകുന്ന പാസ്റ്റർ പറയും, ഡയറക്ടർ ചോദിക്കുമ്പോൾ എന്തിനാണ് മിനിസ്ട്രി തിരഞ്ഞെടുത്തെന്ന് ചോദിക്കുമ്പോൾ നീ എന്തോ പറഞ്ഞോണം, ആത്മഭാരം കൊണ്ടാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ബൈബിൾ സ്കൂളിൽ എടുക്കും. വേറെ ഒരു ക്രൈറ്റീരിയം അവിടെ ആവശ്യം. ഇപ്പോൾ ബൈബിൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തിന് ബൈബിൾ സ്കൂളിൽ വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസൺ പ്ലീസ് ലിസൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബൈബിൾ മൊത്തം വായിച്ചിട്ടുണ്ടോ? ബൈബിൾ കോളേജിൽ പോവല്ലേ, പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുക, അപ്പം ബൈബിൾ വായിക്കണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വായിച്ചിട്ടില്ല. ഞാൻ 17ാമത്തെ വയസ്സിൽ പാസ്റ്റാകാൻ പോയതാണ്, 17 years old. അപ്പം കൊച്ചു പറയും, ഹൈസ്കൂളിലൊക്കെ സ്കൂളിലെ പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ. അപ്പം അന്ന് മൊത്തം വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇല്ലെന്ന് പറയാൻ എനിക്കൊരു ഒരു ചമ്മൽ, നമുക്കൊരു ചമ്മൽ. അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചു, ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി ഒരു പ്രാവശ്യം വായിച്ചു. അപ്പം അതുകൊണ്ട് ചോദ്യം തീരുമെന്ന് ഓർത്തപ്പോഴാണ് വീണ്ടും സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? അപ്പോൾ പലരും 2-3 പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. ഞാൻ പക്ഷേ ഒന്നേ വായിച്ചുള്ളൂ. അപ്പം അത് ചോദിക്കുമ്പോൾ ഒന്നെന്ന് പറയാൻ വീണ്ടും ഒരു ചമ്മൽ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ വായിച്ചു. അപ്പം ആ വർഷം 2-3 പ്രാവശ്യം 3 വർഷം കൊണ്ട് വായിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. വിഷമമുണ്ടൊരു കാര്യം പറയാനായിട്ട്, അതിൽ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ്ലി വായിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ജെൻസീസ് മുതൽ റെവലേഷൻ വരെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വായിക്കും, ബുക്ക് മാർക്കൊക്കെ വെച്ച് വായിക്കും. പിന്നെ അതിന് ശേഷം അങ്ങനെ വായിച്ചിട്ടില്ല. ലിസൺ ടു മീ പ്ലീസ്, ലിസൺ കെയർഫുള്ളായിട്ട്. എന്നാൽ ഓരോ പുസ്തകങ്ങളും ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ജെൻസീസൊക്കെ ഒരു 50 പ്രാവശ്യം വായിച്ച് കാണുമായിരിക്കും. ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണ് കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പം, അതുകൊണ്ട് അത് എണ്ണം വെച്ചിട്ടില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം ഒരു പ്രാവശ്യം വായിക്കുന്ന സമയം കൊണ്ട് ഫിലോമോൻ്റെ ലേഖനം 50 പ്രാവശ്യം വായിക്കാം, കാരണം ഒരു ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ടെസ്റ്റ്മെൻ്റ് എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലില്ല, എന്നാലും കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഈ പരദേശ യാത്ര എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. ഈ ബൈബിൾ തകർന്ന സമയത്ത് ചില വാക്യങ്ങൾ നമുക്ക് നൽകുന്നൊരു ആശ്വാസം, എന്തോ സമാധാനം എന്നറിയും. ക്ഷീണിച്ചിരിക്കുമ്പോൾ ചില വാക്യങ്ങൾ നമുക്ക് നൽകുന്നൊരു ഊർജ്ജമുണ്ട്. എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? അത് നമ്മൾ ഈ എല്ലാവരും കംഫർട്ടബിൾ സോണിലല്ലല്ലോ. നമ്മളെല്ലാം ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യരല്ലേ. ഇപ്പം എല്ലാവരും നല്ല സ്മൂത്ത് ലെവലൊന്നും അല്ല. പലർക്കും പല പ്രശ്നങ്ങൾ അവരുടെ ലൈഫിനകത്തുണ്ടാവും. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോഴേക്കും ഈ വാക്യം വരുന്നത്, എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകാം. നമുക്കൊരു ഊർജ്ജം ഉണ്ടാവും, ഭയങ്കര ഒരു ബലം ഉണ്ടാവും. അങ്ങനെ പല പ്രാവശ്യം പല തരത്തിൽ നമുക്ക് ആശ്വാസവും വിടുതലും ബലവും ഒക്കെ നൽകിയിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ ചില സമയങ്ങളിൽ ചില വാക്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടോർച്ചർ ചെയ്യാന്ന് പറയത്തില്ലയോ, നമ്മൾ പറയത്തില്ലേ, എന്നെ ഭയങ്കര ശല്യപ്പെടുത്തുക, ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന വാക്യം. അത് ചില സമയത്തുണ്ടായിട്ടുണ്ട്. ചില വാക്യം നമ്മൾ വിട്ടാലും ആ വാക്യം നമ്മളെ വിടത്തില്ല. നമ്മളിങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കത്തില്ലയോ, നമ്മൾ പറയത്തില്ല, അങ്ങനെ വരത്തില്ല, എന്നെ പുറകെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടാലും ഇതിങ്ങനെ നമ്മളിങ്ങനെ ശല്യപ്പെടുത്തുന്ന കുറച്ച് വാക്യങ്ങൾ. അതിലൊരു വാക്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും, ഈ വാക്യമാണ് പാസ്റ്ററെ ശല്യപ്പെടുത്തിയത്. എന്നെ ശല്യപ്പെടുത്തിയ കാര്യമാണ്, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. ഈ 2 തിമത്തിയോസിൻ്റെ ലേഖനം, 2 തിമത്തിയോസ് chapter 4 verses 6 onwards. 2 തിമത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇതിപ്പോ എത്ര പരിചയമുള്ള വാക്യമാണ്. എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. ഇവിടെ നിങ്ങൾക്കറിയാം, ഓരോ ലോക്കൽ സഭാ ശുശ്രൂഷകന്മാരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ആ ചർച്ചിൽ വ്യാപരിക്കുന്നു. ഞാൻ ഒരു പ്രവചനാത്മാവുള്ള ആളാണെങ്കിൽ എൻ്റെ ചർച്ചിൽ വ്യാപരിക്കപ്പെടുന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ സ്പർശനം എന്ന് പറയുന്നത് പ്രോഫസിയുടെ ഒരാത്മാവായിരിക്കും.
ഞാൻ വചനം പറയുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചർച്ചിൽ വചനം പറയുന്ന പാസ്റ്ററാണെങ്കിൽ അദ്ദേഹത്തെ പോലെയോ അദ്ദേഹത്തോളമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെ മെസ്സേജ് പറഞ്ഞ സക്സസ് ആകത്തില്ല. കാരണം ആ ഒരു സ്പിരിറ്റ് ആയിരിക്കും വ്യാപരിക്കപ്പെടുന്നത്. ഞാൻ സ്നേഹത്തിൻ്റെ ആളാണെങ്കിൽ അതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് അവിടെ സ്പർശിക്കുന്നത്. സ്നേഹം, പാസ്റ്റർ ഭയങ്കര സ്നേഹമുള്ള ആളാണെങ്കിൽ ചർച്ചുകാർ മൊത്തം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും. പാസ്റ്റർ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അതാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. ഇവിടുന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടും. സ്തോത്രം. അപ്പൊ ഈ മെസ്സേജ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്നെ കേൾക്കണം നിങ്ങൾ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ഇപ്പം നിങ്ങൾ അറിയാവുന്നതിനാൽ അശ്രദ്ധമാകരുത്. നമുക്ക് ശാന്തമായിട്ട് വളരെ എൻ്റെ ഹാർട്ടാണ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. എൻ്റെ ഹാർട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇന്ന് പകൽ വരണമെന്ന് ഞാൻ ചിന്തിക്കും. പൗലോസിൻ്റെ ഒരു ലാസ്റ്റ് ലേഖനമാണ്. പൗലോസിൻ്റെ ലാസ്റ്റ് ലേഖനം ഒരു 36 വർഷം അദ്ദേഹം ശുശ്രൂഷിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 36 വർഷത്തെ മിനിസ്ട്രിക്ക് ശേഷം റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് താൻ എഴുതുന്ന ലാസ്റ്റ് ലേഖനമാണ്. ഇതാണ് തൻ്റെ ലാസ്റ്റ് ലേഖനമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം എഴുതിയിട്ടുണ്ടോ നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ലാസ്റ്റ് ലേഖനം. ആ ലേഖനം താൻ വിശ്വാസത്താൽ ജനിപ്പിച്ച നിജപുത്രനായ തിമത്തിയോസിന് കൊടുക്കുന്ന കുറച്ചേറെ നിർദ്ദേശങ്ങളാണ്. കുറേ നിർദ്ദേശങ്ങൾ അങ്ങനെ പറയാനുണ്ടാവും. നമ്മൾ ഈ സീനിയർ ശുശ്രൂഷകന്മാരുടെ മരണസമയത്തൊക്കെ പോയി നിൽക്കാറില്ല. നമുക്കതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് പല കാര്യങ്ങളും നമ്മളെ അവരെ ഏൽപ്പിക്കാറില്ല. പറയാനുള്ള സമയം കിട്ടത്തില്ല. അത് മാത്രമല്ല, ഇന്നൊക്കെ സീനിയർ പാസ്റ്റർമാരും പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ മരണം നിശ്ചയിക്കുന്നതും മരിക്കുന്നതും ഒക്കെ വെന്റിലേറ്ററിലും ഐസിയുലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അടുത്ത് നിൽക്കാനുള്ള സാവകാശം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് നിർദ്ദേശങ്ങൾ പലതും നമുക്ക് ലഭ്യമാകുന്നില്ല. പക്ഷെ അന്ന് പൗലോസ്ലീഗ തൻ്റെ മിനിസ്ട്രിയിൽ ലഭ്യമായിട്ടുള്ള വിടുതലുകൾ, ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, നിർദ്ദേശങ്ങൾ, കുറേ കാര്യങ്ങൾ എഴുതുകയാണ്, എഴുതി കൊടുക്കുകയാണ്. എഴുത്ത് എന്നൊക്കെ പറയുന്നതിന് പ്രസംഗത്തെക്കാൾ പവറാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? ഇല്ല, ഡൗട്ടില്ലെങ്കിൽ സ്തോത്രം പറയണം. പ്രസംഗത്തിന് പവറുണ്ട്. പക്ഷെ അത് ലൈവായിട്ട് കേൾക്കുന്നവർക്ക്, ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അമേരിക്കക്കാർക്ക് കേൾക്കാം, പക്ഷെ ഇവിടെ കേൾക്കുന്ന പോലെ അവിടെ ആവണമെന്നില്ല. പ്രസംഗത്തിൻ്റെ പരിമിതി പ്രസംഗം കേൾക്കുന്നവർക്ക് മാത്രമാണ്. പക്ഷെ ഈ എഴുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും, ഇങ്ങനെ പോവും, രാജ്യങ്ങൾ പോവും. പത്രോസിൻ്റെ ലേഖനം അയാൾ എഴുതിയത് അവിടെ വെച്ചാണെങ്കിൽ ഇന്ന് ബൈബിൾ ഏതൊക്കെ ലാംഗ്വേജിലുണ്ടോ അതെല്ലാം അവിടെ എല്ലാം പത്രോസിൻ്റെ ലേഖനമുണ്ട്. ആ എഴുത്തിൻ്റെ വ്യാപ്തി ഉണ്ടോ? ഇങ്ങനെ പടരുമല്ലേ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അമേരിക്ക നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മൾ പാടുന്ന പാട്ടുകൾ പലതും നമ്മളിത് പാട്ടൊന്നുമല്ല, ഏതോ ഒരു മുറിയിൽ ചെയ്ത പാട്ട്. ആ പാട്ട് ലോകം മൊത്തം പാടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ എഴുത്തെന്ന് പറയുന്നത് അസാധാരണ കൃപയാണ്. അങ്ങനെ ഒരു കൃപയുണ്ടെങ്കിൽ സഭ എഴുതാൻ തുടങ്ങണം. എഴുതിയാൽ അത് വരും തലമുറകൾക്കും വിടുതലായിരിക്കും. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അത് പാട്ടെങ്കിൽ പാട്ട്, പ്രസംഗമെങ്കിൽ പ്രസംഗം, ലേഖനമെങ്കിൽ ലേഖനം എഴുതണം. ഭയങ്കര ഇവിടെ എഴുതാനുള്ള സാവകാശം പൗലോസിന് ലഭ്യമായതുകൊണ്ട് ആ കാരാഗ്രഹത്തിൽ വെച്ച് ഇങ്ങനെ കൊച്ചു ലേഖനം എഴുതി തിമത്തിയോസിന് കൊടുക്കുന്ന ഭാഗമാണ് ഈ ലേഖനം. കുറേ നിർദ്ദേശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കുറേ നിർദ്ദേശങ്ങൾ. മോനെ, കൃപയാൽ ശക്തിപ്പെടുക, എന്നോട് കേട്ട വചനങ്ങൾ മറ്റുള്ളവരെ ഫലമേൽപ്പിക്കാൻ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക, ഒറ്റയ്ക്ക് വൺമാൻ ഷോ ചെയ്യാതെ ആൾക്കാരെ ഫലമേൽപ്പിക്കുക, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ജീവന കാര്യത്തിൽ ഇടപെടാതിരിക്കുക, അംഗം പൊരുതുന്നവൻ സകലത്തിൽ ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ ഇങ്ങനെ പറയുക. ഇതൊക്കെ ലൈഫിനകത്തുള്ള കാര്യങ്ങളാണ്. ലൈഫിനകത്ത് താൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരും. അവനോട് കൂടെ മരിക്കുന്നെങ്കിൽ മരിച്ചാൽ കൂടെ വാഴും, മരിച്ചാൽ ജീവിക്കും, സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. കുറേ വാക്യങ്ങളുണ്ട്. അപ്പൊ ആദ്യമായി കിട്ടുന്ന ഒരാൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രചോദനമാണ്. സ്തോത്രം. ഇതിങ്ങനെ വായിച്ച് ധ്യാനിച്ചു വരുമ്പോൾ അദ്ദേഹം സമാപന ഭാഗത്തേക്ക് വരികയാണ്. 4-ാം അധ്യായം. ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്ത് 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അദ്ദേഹം തൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴുക്കപ്പെട്ടിരിക്കും. പാനീയം അല്ലേ? പാനീയം എന്ന് പറഞ്ഞാൽ എന്തുവാ? വെള്ളമല്ലേ അർത്ഥമുള്ളൂ. പാനീയയാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ. പാനീയയാഗം എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട്. കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, ഈ ഒട്ടകം സൂചിക്കുഴയ്ക്കകത്തൂടെ പോകുമോ? പണ്ട് തൊട്ടുള്ള പെന്തക്കോസ്തുകാരുടെ ഡൗട്ടാണ്. ഒട്ടകം സൂചിക്കുഴയ്ക്കകത്തൂടെ പോകുമോ? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ? പോകുന്നോ ഇല്ലെന്നോ? ആ ഹോൾ അല്ലേ വെച്ചാ? ഇല്ല വെച്ചാൽ ആ ഹോളിനകത്തൂടെ ഒട്ടകമല്ല, ആനയെ നമുക്ക് വിടാൻ പറ്റും. സൂചിക്കുഴയ്ക്കകത്തൂടെ ഒട്ടകം പോകുക നമ്മുടെ ഡൗട്ടാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒട്ടകമല്ല, അതിനകത്തൂടെ ആന പോകുന്ന, ആനയെ വിടാൻ പറ്റും. യെസ്.
ജ്യൂസ് ആക്കിയാൽ മതി. ആണോ? 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 ജ്യൂസ് ആക്കിയാൽ മതി. ഈ എക്സ്ട്രാ എല്ലാം ഒന്നും മാറിയിട്ട് ഇതൊന്ന് ജ്യൂസ് ആയാൽ മതി, ലിക്വിഡ് ആയാൽ മതി. ചെറിയൊരു ഹോളിനകത്തുള്ളൊരു തുള്ളി, കുറെ സമയം എടുക്കും, ഒരു തുള്ളി രണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. പാനീയയാഗമായി പറഞ്ഞാൽ ആള് ഫ്ലെക്സിബിളായി. ഈ വെള്ളം പോലെ ഇതുണ്ട്, ഇതിന്റെ കളർ കണ്ട് ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ സാധനം. പക്ഷെ ഈ പാത്രം മാറുമ്പോൾ അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതിനൊരു ഇതില്ല, ആ തലത്തിൽ ഇതിങ്ങനെ സിമ്പിളായിട്ട് ഈ മനുഷ്യൻ. ഞാനോ ഇപ്പോൾ പാനീയയാഗമായി മാറിക്കഴിഞ്ഞു, പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ തലത്തിലോട്ട് വന്നു. അങ്ങനെയൊന്നുള്ള ആളായിരുന്നില്ല. വിദ്യാഭ്യാസത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നെന്ന് പറയത്തക്ക നിലയിൽ സാമർഥ്യമുള്ള നോളജുള്ള മനുഷ്യൻ, ആ കാലത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചൊരു മനുഷ്യൻ, ഭയങ്കര സമ്പന്നനായ മനുഷ്യൻ. പക്ഷേ കുറെ കാലം മിനിസ്ട്രി ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ പാനീയയാഗമായി മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എൻ്റെ നിര്യാണ കാലവും അടുത്തു. കുഴപ്പമൊന്നുമില്ല, സമയമായി, അതാ എഴുതിക്കൊണ്ടിരിക്കുക. എൻ്റെ നിര്യാണ കാലവും അടുത്തു. എന്നെ ടോർച്ചർ ചെയ്ത വാക്ക് എൻ്റെ പൊന്ന് ബിജൻ, ഞാൻ നെക്സ്റ്റ് വേർഡാണ്. ഞാൻ നല്ല പോർ പൊരുതി. സത്യത്തിൽ ഇതാണ്. ലിസൺ, അങ്ങനെ പറഞ്ഞു പോവല്ലേ. എന്നെ അസ്വസ്ഥതപ്പെടുത്തിയൊരു പദമാണ് ഞാൻ നല്ല പോർ പൊരുതി. ഇത് പറയാൻ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വെയിറ്റ് ചെയ്ത് കാണും, ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്താണ്. കാരണം ചുമ്മാ പറയാൻ പറ്റത്തില്ല. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചു. ഇപ്പം അവിടെ ഒരു 3 ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചു, കണ്ണീന്ന് ചെതുപോലെ പോലെ ഒന്ന് വീണു, മിനിസ്ട്രിക്ക് ഇറങ്ങി. അവിടം തൊട്ടുള്ള ശുശ്രൂഷയാണ്. പമ്പോസ്, ഗലാത്യ. ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ? ഉറക്കം വരുന്നുണ്ടോ? ഈ പ്രസംഗത്തിൻ്റെ ഒക്കെ മുമ്പേ നിങ്ങൾ ഉറങ്ങിയാൽ ശ്രദ്ധിച്ച് കേൾക്കണം. പ്ലീസ്. സ്തോത്രം. വളരെ സംഘർഷമായിരുന്നു അച്ഛാ, വളരെ സംഘർഷമായിരുന്നു. എന്തുവാ പറയണ്ടേ? മെസ്സേജ് ഇല്ലാത്തതുകൊണ്ടല്ല, ഫ്രൂട്ട്ഫുൾ ആയിട്ട് പറയണം എന്നുള്ളൊരു കൊതി എൻ്റെ മനസ്സിനകത്തുണ്ട്. ഹല്ലേലൂയ. ചർച്ചപ്പോടിൻ്റെ ഒരു പാസ്റ്റർ അല്ലേ, ഇഷ്ടംപോലെ മെസ്സേജുകൾ കാണത്തില്ലേ? പക്ഷേ അതിനപ്പുറമായിട്ട് എനിക്ക് നിങ്ങളുടെ ഹാർട്ടിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ചേർന്ന് കരം ഉയർത്തി സ്തോത്രം എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഇത് എഴുതുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പമ്പോസ് ഞാൻ പൊരുതിയോ? അങ്ങനെയല്ല, നല്ല പോർ പൊരുതിയോ എന്നുള്ളതാണ്. കൊരിന്തിൽ പൊരുതി, പക്ഷെ അതല്ല വിഷയം. നല്ല പൊരുതിയോ? നല്ല പോർ. തെസ്സലോനിക്ക, ഫിലിപ്പിയ, അവിടെ വെച്ച് അടികൊണ്ട് ഫിലിപ്പിയ, യെരുശലേമിൽ നല്ല പോലെ പൊരുതിയോ? ഇതിങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ മനുഷ്യർ ഒറ്റ പോക്കാണ്. ഇങ്ങനെ ദമസ്കോസ് മുതൽ റോമിന്റെ കാരാഗ്രഹം വരെയുള്ള 36 years ഒരൊറ്റ പോക്കാണ്. എന്നിട്ട് കുറിച്ചു വെച്ചു ഞാൻ നല്ല പോർ. ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയി. നമ്മളൊക്കെ ഇവിടുന്ന് പോകുമല്ലോ അല്ലേ? നമ്മളെല്ലാം ഇവിടുന്ന് പോകും. ഭൂമി ആരുടെ സ്വന്തമല്ല. ഭൂമി നമ്മൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഭൂമിയിലൊക്കെ ഒരു നിശ്ചിതമായ കാലഘട്ടമുണ്ട്. 50, 30, 80, 90, 100, 110 അപ്പുറം നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിനി എത്ര ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലും നിൽക്കത്തില്ല. നമ്മൾ ഇനി ഓട്സ് മാത്രം കഴിച്ചാലും ഒരു 60-70 നമ്മൾ പോകും. ഓട്സിനൊന്നും മരണം മാറ്റി വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവരും വൈകിട്ട് ഓട്സാണ് കഴിക്കുന്നത്. എന്തോ ഓട്സ് കഴിക്കുന്നത് കൊണ്ടുള്ള ചിന്ത ലൈഫ് നീട്ടുന്ന. ആരോഗ്യമായിട്ട് ചാകാം, മറ്റത് രോഗിയായിട്ട് ചാകും. ഇതാകുമ്പോൾ ആരോഗ്യമായിട്ട് എന്ത് ചെയ്യാം? അല്ലാതെ ചാകാതിരിക്കുന്നില്ല. അതിനുള്ള മരുന്നൊന്നും ഓട്സിനൊന്നുമില്ല, ഔഷധ ഗുണമൊന്നുമില്ല. എല്ലാവരും ഇപ്പം നടക്കാൻ പോകുന്നുണ്ട് രാവിലെ. നല്ലതാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞ് 40 മിനിറ്റ് നടക്കണമെന്ന്. നടക്കുന്നതോട് കുഴപ്പമില്ല. ചില ആൾക്കാരൊക്കെ നടക്കുന്ന കണ്ടാൽ അവർക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോ മണിക്കൂർ ലൈഫിൽ കൂടില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇട്ടേക്കുന്ന 70 ആണെങ്കിൽ 70 നീ പോകും. പിന്നെ ആരോഗ്യമായിട്ട് പോകാം, ഐസിയുവിൽ നിന്ന് പോകാം, അത് ഹെൽത്തി ആയിട്ട് പോകാം എന്നുള്ളതുള്ളൂ. ചാകും, അതിൽ സംശയമൊന്നുമില്ല, അതിനകത്തൊരു സംശയം. അങ്ങനെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് നൽകുന്ന ലാസ്റ്റത്തെ ഒരു ഹോണറിങ് ആണ് അടക്കം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ അടക്കത്തിന് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരൊക്കെ വരും. പാസ്റ്റർമാരെല്ലാം നമ്മൾ ചെന്നേ പറ്റത്തുള്ളൂ. പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെല്ലാം ചെന്ന് പറ്റും. അപ്പോൾ ഈ പരിചയമില്ലാത്ത പാസ്റ്റർമാർക്ക് ഈ മരിച്ച പുള്ളി ആരാന്ന് അറിയാത്തത് കൊണ്ട് അനുശോചനം പറയുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം കൊടുക്കുന്ന, ഒരു ബ്രീഫായിട്ട് കൊടുക്കുന്ന ഒരു ലഘുലേഖയുണ്ട് ഇല്ലേ, ഒരു ബ്രോഷർ. അതിനകത്ത് അച്ചായൻ്റെ ഫോട്ടോയിൽ ഫ്രണ്ടിൽ ഒരു വാക്യമുണ്ട്, നിത്യതയിൽ. എന്നിട്ട് താഴെ കൊടുത്തിരിക്കും ഞാൻ നല്ല പോർ. ആ സാധനമല്ല ഇത്. അത് സഭായോഗത്തിന്, പുള്ളി സഭായോഗത്തിന് പോയിട്ട് 3 കൊല്ലമായി. എന്നിട്ടും പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോർ പൊരുതിയെന്ന്. ആ സാധനം അതല്ല ഇത്. അതിപ്പോൾ അതല്ല.
വേവിച്ചൻ മരിച്ചുപോയി. താഴെ എഴുതി നല്ല പോലെ പൊരുതി ഓട്ടം തികച്ചു. ഇല്ല, അത് ആ സാധനം അതേ അല്ല. പുള്ളി ആരോടെ പൊരുതിയതായി കണ്ടു. യോഗത്തിന് വന്ന കൈയടിക്കാത്ത, അന്യഭാഷ പറയാത്ത, സ്തോത്രം പറയാത്ത, ദശാംശം നന്നായിട്ട് കൊടുക്കാത്ത, നല്ലപോലെ ഹല്ലേലൂയ പറയാത്ത ആള് നല്ലപോലെ പൊരുതി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അത് പിള്ളേരുടെ സന്തോഷം കൊണ്ട് പറയുന്നതാ. സ്തോത്രം സ്തോത്രം. അല്ലേ തന്നെ അനുശോചനം കണ്ടൊന്നും ആരും ഇളകരുത്. അനുശോചനമൊക്കെ ഈ കേൾക്കുന്നവർ ആശീർവാദത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നതാ പറയുന്നു. നിത്യതയിൽ കാണാം. പിള്ളേർ പോലും സ്വോത്രം പറയത്തില്ലല്ലോ, കുഞ്ഞുങ്ങൾ പോലും സ്വോത്രം പറയത്തില്ല. നമ്മുടെ വാത്സല്യ പിതാവിനെ നിത്യതയിൽ കാണാം. കുഞ്ഞുങ്ങൾ പോലും സ്വോത്രം പറയത്തില്ല, കാരണം അവർക്കറിയാം സാധ്യത കുറവാണ്, അവിടെ താമസിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ, ഞങ്ങൾക്ക് അങ്ങനെ നരകത്തിൽ പോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അറിയാം, ചുമ്മാ പറയുന്ന ഒരു മോഡൽ എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? സ്തോത്രം സ്തോത്രം. പക്ഷെ ഇതാ വല്ല സാധനം. ഈ മനുഷ്യന് ഇത് അവിടെ തൊട്ടൊരു ധ്യാനിച്ച് മൊത്തത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരൊറ്റ പോക്കാണ്. ഒരൊറ്റ പോക്ക് പോയിട്ട് ഞാൻ നല്ല പുറപ്പെടുത്തി. അപ്പോൾ ഇത് എഴുതുമ്പോൾ ബൈബിളിനകത്ത് വരണമല്ലോ. ബൈബിളിനകത്ത് വരണമെങ്കിൽ സത്യമാകണ്ടായോ? സത്യമായിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. അപ്പം പരിശുദ്ധാത്മ ഒരൊറ്റ പോക്ക് പോയി പമ്പോസിൽ പൊരുതിയോ? നല്ല പോലെ പൊരുതി. അവിടെ നേരെ ഗലാത്തിയെ ചെന്നു. ഗലാത്തിയിൽ പൊരുതിയോ? ഗലാത്തിയിൽ പൊരുതി. കൊരിന്തിലോട്ട് ചെന്നു. കൊരിന്തിൽ നല്ല പോലെ പൊരുതിയോ? നല്ല പോലെ പൊരുതി. അപ്പൊ പരിശുദ്ധാത്മ സർട്ടിഫൈ ചെയ്തു, ടിക്ക് ഇട്ടു. ഇപ്പം ഞാൻ മരിക്കുന്നത് കൂട്ടിക്കോ. അനീഷ് പാസ്റ്റർ ഞാൻ പറഞ്ഞില്ലോ, നമ്മൾ ഇവിടെ ഇവിടുന്ന് പോകും. എൻ്റെ കുഞ്ഞുങ്ങളും ഇതുപോലെ ബ്രോഷർ ഉണ്ടാക്കത്തില്ലയോ? നല്ല ബ്രോഷർ ഉണ്ടാക്കും. ചർച്ചപ്പൂരിൻ്റെ പാസ്റ്റർ അല്ലേ തന്നെ ഞാൻ പാസ്റ്റർ, ഞാൻ അതിൻ്റെ അല്ലെങ്കിൽ പോലും പാസ്റ്റർ ആണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിലവാരം അനുസരിച്ച് ബ്രോഷർ, അതിനകത്ത് അവരും കുറിച്ച് വെക്കും, ഞാൻ നല്ലപോർ പൊരുതി. പരിശുദ്ധാത്മ നേരെ ചെല്ലുക. എപ്പോൾ പാസ്റ്ററായി? 17 വയസ്സിൽ പാസ്റ്ററായി. മരിക്കുമ്പോൾ 80 വയസ്സ് കൂട്ടിക്കോ. ഒരു 10-60 വർഷത്തെ ശുശ്രൂഷ ഇങ്ങനെ ഏലപ്പാറ തൊട്ട് പിടിക്കും. ഏലപ്പാറയാണ് എൻ്റെ ജന്മസ്ഥലം, ഇടുക്കി ജില്ലയിൽ കൊച്ചു ഗ്രാമം ഏലപ്പാറ. ഏലപ്പാറയിലെ TP പൗലോസിൻ്റെ കുഞ്ഞുമുടെ മകൻ മിനിസ്ട്രിക്ക് വേണ്ടി എൻ്റർ ചെയ്യുമ്പോൾ വയസ്സ് 17. ബൈബിൾ സ്കൂളിലോട്ട് വരികയാണ്, ഫസ്റ്റ് ഇയർ. ഇപ്പം 3 വർഷത്തെ പഠനം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ചർച്ച് എന്ന് പറയുന്നത് ഇടുക്കി ഡാമിൻ്റെ ചോട്ടിലൊരു സ്ഥലമുണ്ട്, മരിയാപുരം എന്ന് പറയും. അതാണ് എൻ്റെ ഫസ്റ്റ് ചർച്ച്. അന്ന് പൊളക്കുഴ ബൈബിൾ സ്കൂളിൽ പഠിക്കുക. ഒരു 75 രൂപ അന്ന് ശമ്പളം, അന്ന് പൈസ വേണം. അപ്പം ഞാനും രാജേഷും കൂടെ 12 മണിയാകുമ്പോൾ ചർച്ചയിൽ നിന്ന് മുളക്കുഴയിൽ നിന്ന് ഇറങ്ങും. അന്നത്തെ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പെട്ടെന്ന്, അന്നത്തെ ട്രെൻഡായിരുന്നു കൊച്ചൊരു കാലം കുട. അപ്പം എനിക്കും അവനും കാലം കുടയുണ്ട്. കാലം കുട മനസ്സിലാകുന്നുണ്ടല്ലേ, വളവുള്ള. അപ്പോൾ ഈ കുടയെല്ലാം കറക്കി അവിടെ നിന്ന് നേരെ ആഞ്ഞലിമൂട് ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് വണ്ടി കയറി ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങും. അവിടെ നിന്ന് കുടയും കറക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വരും. ഏലപ്പാറയ്ക്ക് അന്ന് പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ. ഒരു കൊണ്ടോടി മോട്ടോഴ്സ് അവിടെ കിടക്കും ഫ്രണ്ടിൽ. അത് ഞങ്ങൾ പോകുന്ന സമയം നോക്കി കിടക്കുക. അതിനകത്ത് ഒരു സീറ്റ് റിസർവഡ് ആണ് ഞങ്ങൾക്ക്, സ്ഥിര യാത്രക്കാരായതുകൊണ്ട്. അതിൽ കയറി 24 രൂപ കൊടുക്കുമ്പോൾ ഞങ്ങൾ നേരെ ഏലപ്പാറ ചെല്ലും. 27 സ്ഥിര യാത്രക്കാരായതുകൊണ്ട് 3 രൂപ കൺസെഷൻ. മെമ്മറി കിടക്കുന്നുണ്ട് എത്ര വർഷം. ഏലപ്പാറ ചെല്ലുമ്പോൾ 4:30-5 മണി. ഹെലിബറിയേക്ക് പിന്നെ ജീപ്പേ ഉള്ളൂ. ജീപ്പിനകത്ത് 15 പേര് കയറണം. ഞങ്ങളായിരിക്കും ചിലപ്പോൾ ആദ്യം ചെല്ലുന്നത്. അപ്പോൾ 15 പേര് കയറാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ജീപ്പയിൽ കയറി നേരെ ഹെലിബറിയ ചെല്ലുമ്പോൾ സമയം ഒരു 7 മണി ഏകദേശം. അമ്മച്ചി ബൈബിൾ സ്കൂളിൽ നിന്ന് പോകാൻ വരുമല്ലയോ, നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ച് അവൾ അങ്ങനെ താമസം അവിടെ. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി. നേരം വെളുത്ത് അവിടുന്ന് പ്രവർത്തന സ്ഥലത്തോട്ടൊരു പോക്ക് പോകും. ഒരു 9 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഒരു 5 കിലോമീറ്റർ നടന്ന്, പാസ്റ്റർക്ക് ആ സ്ഥലമൊക്കെ അറിയാം, ചപ്പാത്തെന്നാ പേര്. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും കൊണ്ടോടി, അന്നത്തെ വണ്ടിയുടെ പേരെല്ലാം കൊണ്ടോടി, ഷീന കൊണ്ടോടി എന്നൊക്കെയാണ്. അപ്പോൾ ഇതേ കയറി കട്ടപ്പന ചെല്ലും. അവിടുന്ന് അടുത്ത വണ്ടി കയറി നേരെ ഇടുക്കി ഡാമിൻ്റെ ചോട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഇതുപോലൊരു 4 മണി 5 മണിയൊക്കെ ആവും. അവിടെ ഒരു കൊച്ചു മാടക്കടയുണ്ട്, ഒരു കടുങ്കാപ്പിയും ബന്നും, അതിനുള്ള പൈസ കയ്യിലുള്ളൂ. അതും കഴിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ വാഴ വരെ ഒന്ന് വീണ്ടും ഒരു ട്രിപ്പ് ജീപ്പ് വരും. ആ ജീപ്പിലൊട്ടൊരു ബാഗൊക്കെ തോളയിട്ട് കൊട കയ്യും വെച്ച് ഇങ്ങനെ സൈഡിൽ കയറി പിടിച്ചിട്ട് ഒറ്റ പോക്കാണ്. 4 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന സ്ഥലത്തെത്തി. പേര് മരിയാപുരം. ഒരു വിശ്വാസിയേ ഉള്ളൂ, സൈച്ചാൻ. അദ്ദേഹം ഇന്ന് ചർച്ച പോകേണ്ട പാസ്റ്റർ. അവിടെ ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹം വരും, ഞങ്ങളെ പിക്ക് ചെയ്യും, നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും. രാത്രി നല്ല ഫുഡ്, രാവിലെ ഇറങ്ങും. 9:30 മുതൽ 11:30 വരെ പാടിയാലും പ്രസംഗിച്ചാലും ഒറ്റ വിശ്വാസിയേ ഉള്ളൂ. ആ വിശ്വാസിക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എന്തേലും ഒന്ന് പറഞ്ഞാൽ ഈ സൈച്ചൻ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, പഠിക്കാൻ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എഴുതുന്നു, വേറെ ആരും നോക്കാനുമില്ല. മനസ്സിലാകുന്നുണ്ട്? സ്വതന്ത്രം ആരും നോക്കാനില്ലാത്തത് കൊണ്ടും ഇദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കാത്തത് കൊണ്ടും അശ്രദ്ധമാകാനുള്ള സാധ്യത അശ്രദ്ധമായിട്ടുണ്ട്. പക്ഷെ ഞാനും എഴുതും നല്ലവോർ പൊരുതി. പക്ഷെ മരിയാപുരത്തെ പൊരുതലിൻ്റെ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവെടുത്താൽ എനിക്കറിയത്തില്ല.
എനിക്കറിയത്തില്ല. അവിടുത്തെ റിസൾട്ടിനെ കുറിച്ച് എന്ത് തമ്പുരാൻ പറയുമെന്നത് എനിക്കറിയില്ല. ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അന്നത്തെ പാട്ട് ആത്മമണ്ഡലം, ഇതൊരു സ്വല്പം വെച്ചായിരുന്നു, അന്നത്തെ ആത്മമണ്ഡലത്തിലായിരുന്നോ എന്ന് എനിക്കറിയില്ല. ലിസൺ ടു മീ പ്ലീസ്, ലിസൺ ടു മീ. അന്നത്തെ എൻ്റെ പ്രസംഗം ഡെഡിക്കേറ്റഡ് മെസ്സേജ് ആയിരുന്നോ ഈ മനുഷ്യന്റെ ജയത്തിന്? എനിക്കറിയത്തില്ല. അപ്പൊ ആ വാക്യം കൊടുക്കാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ പിള്ളേരോട് പറഞ്ഞേക്കണം, പൊരുതിയിട്ടില്ലെങ്കിൽ മോനെ ആ വാക്യൊന്നും വെക്കരുത്, വേറെ വല്ല വാക്യവും വെച്ച യഹോവന്റെ ഇടനാകുന്നു എനിക്ക് മുട്ടുണ്ടാകും. നേരത്തെ പിള്ളേരോട് പറഞ്ഞാൽ മതി. എന്തിനാ? അപ്പൊ അവർക്കൊരു സമാധാനം വരുമല്ലോ. എന്നോട് നിങ്ങളുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ല. അവിടുന്ന് അടുത്ത എൻ്റെ ചർച്ച എന്ന് പറയുന്നത് വാഗമണ്ണായിരുന്നു. 3 വർഷം വാഗമണ്ണായിരുന്നു. പ്രയാസ കാലഘട്ടമായിരുന്നു. ചാരിറ്റി പ്രവർത്തനം ഒത്തിരി ചെയ്തു. ഏലപ്പാറ എന്നൊക്കെ തിരുവല്ല എന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ പട്ടിണി പാവങ്ങൾ കൊടുത്തു. പക്ഷേ 3 വർഷം കൊണ്ട് ആത്മാക്കളെ നേടിയതിന് എനിക്കറിയത്തില്ല. എൻ്റെ കോൺസെപ്റ്റിൽ ഞാനങ്ങ് ചിന്തിക്കുക, പവർഫുൾ. എന്നാ പവർഫുൾ? നമ്മുടെ കണക്കൂട്ടിലാണോ കർത്താവിൻ്റെ കണക്കെടുപ്പ്? അവിടെ ഇല്ലേ വിഷയം? ഞാൻ ചർച്ചപോണ്ട കൺവെൻഷന് പറഞ്ഞൊരു എക്സാമ്പിൾ എന്നോട്, ദൈവത്തിൻ്റെ കണക്കെടുപ്പ് എന്ന് പറയുന്നതിനകത്താണ് കുരുങ്ങുന്നേ. ലിസൺ, സ്തോത്രം. ദൈവത്തിൻ്റെ കണക്കെടുപ്പാണ്. ഈ ബൈബിളിനകത്ത് ഒരു ഓഫറിംഗ് ഉണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞു, ഒരു പക്ഷേ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഒരു ബോറിംഗ് വരുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ബൈബിളിനകത്ത് ഒരു ഓഫറിംഗ് ഉണ്ട്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഒരു ഓഫറിംഗ് ഉണ്ട്. ഒരു വിധവയിട്ട കാശ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? വിധവയിട്ട കാശ്. സാധാരണ ഞങ്ങൾ ഈ ഓഫറിംഗ് നോക്കാറില്ല. ഇപ്പം പിന്നെ നോക്കാൻ പറ്റത്തുമില്ല, കാരണം മറ്റേ സഞ്ചിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നോക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ പാത്രമായിരുന്നു. അപ്പോൾ ഈ സാധാരണ പാസ്റ്റർമാർ ഈ ഓഫറിംഗ് നോക്കാറില്ല. ഇങ്ങനെ നോക്കി നിൽക്കത്തൊന്നുമില്ല, വരട്ടെ ആരായി നോക്കത്തൊന്നുമില്ല. പല കാരണങ്ങളുണ്ട് നോക്കാത്തതിന്. ഒന്ന്, നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് വിഷമം വരും. കഴിഞ്ഞ ആഴ്ചയും 10 കൊണ്ടുവന്ന്, ഈ ആഴ്ചയും 10 കൊണ്ടുവന്ന്, അപ്പോൾ ഈ ചിലപ്പോൾ വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് നോക്കത്തില്ല. ഒന്ന് പിന്നെ മാത്രമല്ല, ഇപ്പോഴൊക്കെ പല സഭകളിൽ നോക്കിയിട്ട് കാര്യമില്ല, ശമ്പളമല്ലേ, അപ്പോൾ നോക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇതുകൊണ്ട് മെച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നോക്കാറില്ല, നോക്കി നിൽക്കത്തില്ല. പക്ഷെ യേശു ഒരു ഓഫറിങ് നോക്കി. പിന്നെ എന്നോട് നിങ്ങൾ പറയണം, ഓരോരുത്തരും ഒന്ന് ഓഫറിങ് കിട്ടപ്പോഴേ കർത്താവ് നോക്കി. ആര്? ബേബിച്ചാൻ, ഓക്കെ. പിന്നെ തങ്കച്ചാൻ, ഓക്കെ. പിന്നെ കുഞ്ഞമാമ. ഇങ്ങനെ നോക്കി നിൽക്കുക. ഓരോരുത്തരും വന്നിങ്ങനെ നോക്കി. എന്നിട്ട് അപ്പം തന്നെ റിസൾട്ട് പറഞ്ഞു. ഇതൊക്കെ 100 പേരിട്ട സ്വോത്ര കാഴ്ചക്കകത്ത് ഓഫറിങ്ങിനകത്ത് ഓരോ ഓഫറിങ് ഓക്കെ. ലിസൺ 100 പേരിട്ട ഓഫറിങ്ങിനകത്ത് ഓരോ ഓഫറിങ് ഓക്കെ. ഇതൊക്കെ. അപ്പൊ ഇതോ ഇല്ല, അത്ര പോരാ. അപ്പൊ ഇതോ ഇല്ല, അതത്ര പോരാ. അപ്പൊ എത്ര പേരിട്ടെന്നറിയില്ല. അതിൽ ഒന്നായിരുന്നു കർത്താവിന്റെ കണക്കെടുപ്പ്. പക്ഷെ ആ കണക്കെടുപ്പിൽ അവരിട്ട ഓഫറിങ് 2 കാശായിരുന്നു. 2 കാശ്. ധനസമൃദ്ധിയിൽ നിന്നിട്ടു. അങ്ങനെയുണ്ട്. അവരുടെ ധനസമൃദ്ധിയിൽ നിന്ന് എത്ര ഇട്ടത്? ഇവരോ ഉള്ളത് മൊത്തം ഇട്ടു. അപ്പോൾ ലക്ഷങ്ങൾ ഇട്ടിട്ടുള്ളവരുണ്ടാവും. കണക്കെടുപ്പിലാണ് വിഷയം. കർത്താവ് വരാതിരിക്കട്ടെ. ഗ്ലോറി. നമുക്ക് കുറച്ചു കാലം ജീവിക്കാം ഇങ്ങനെ. രക്തത്താല് ചെയ്യാം. സ്വോത്രം. പിന്നെ ചർച്ച എപ്പോഴാണ് ചർച്ച ആകുന്നത്? നിങ്ങൾ സ്വർഗദീപം സുരേഷ് ബാബു ഞാൻ ഓർക്കുന്നു, ഒരു സെക്ഷൻ ഒരു സൺഡേ ഒരു മീറ്റിംഗ് തന്നെ കഴിയുമ്പോൾ ഞങ്ങളെയൊക്കെ പിഴിഞ്ഞെടുക്കാം. ഇവിടെ 4-5 സെക്ഷൻ. ഞാൻ ഓർത്ത് ഈ മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? ഇതിന് പിമ്പിൽ ഒരു എഫേർട്ട്. എനിക്കൊരു കുശുമ്പ് കൂടെ ഉണ്ട് കേട്ടോ. 2002 കണ്ട അതേ മോഡലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എങ്ങനെയാ ഇത്? സ്വോത്രം. അതൊരു ഗ്രേസാണ്. 5 യോഗമാ സൺഡേ. 5 മീറ്റിംഗ്സ്. പ്രസംഗിക്കണമല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രസംഗമെങ്കിലും, 5 മണിക്കൂറെങ്കിലും വേണ്ട. എനിക്ക് എത്ര എഫേർട്ടാ അല്ലേ? ഇത്രയും എഫേർട്ട് എടുത്ത ഈ ചർച്ച എപ്പോഴാ സക്സസ് ആണെന്നറിയാമോ? നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. ക്രൈസ്റ്റ് സെന്റർ വയ എറ്റേണിറ്റി, ചർച്ച് ഓഫ് ഗോഡ് വയ എറ്റേണിറ്റി, IPC വയ എറ്റേണിറ്റി, ഷാരോൺ വയ അന്നു. ഫൈനൽ ഗോൾ നിങ്ങൾ ഈ വഴിയിൽ അവിടെ കൊണ്ടുപോകാന്ന് മാത്രമാണ്. രക്തത്താല് ചെയ്യാം. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന കരമൊന്ന് ഉയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്തത്താല് ചെയ്യാം. ശക്തിയോടെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചേ. മറുപടി ഹല്ലേലൂയ.
ശക്തിയുള്ള കർത്താവിന് ഒന്നുകൂടെ മഹത്വപ്പെടുത്തി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചേർന്ന് ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ. 1-2 മിനിറ്റുകളെ കരം ഒന്ന് അടിച്ച് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കണക്കെടുപ്പാണ് പ്രശ്നം. കണക്കെടുപ്പ് അതെ അമ്മ, ഇത് വലിയ വിഷയത്തിലുള്ള കാര്യമാണ്. നമ്മളെ വിക്ടറി, കാൽവറി വിക്ടറി, ഗ്ലോറി ഇതൊക്കെ പറയുന്നത് തെറ്റൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ എന്ത് ചെയ്യത്തില്ല, വലിയ പാടാ, നടക്കത്തില്ല, വലിയ പാടാ. ലൈഫ് തമ്പുരാൻ ഇങ്ങനെ അനലൈസ് ചെയ്യും, തമ്പുരാൻ പിടിക്കും. വശി ആരാധനയുടെ കണക്കെടുപ്പ്. അയ്യോ, ഞാൻ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ. ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് കഴിഞ്ഞ് കുറേ വർഷങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഞങ്ങളുടെ വർഷിപ്പിന് ഒരു സൺഡേ 5 പാട്ട് പാടും. ഇവിടെ ഇപ്പം ജീസ നിന്ന് പാടുമായിരുന്നു 1 മണിക്കൂർ, 5 അല്ല. പക്ഷെ ഞങ്ങൾ എൻ്റെ ചർച്ചിലെ പാട്ട് ഇല്ല, എന്നോട് നിങ്ങൾ വരണേ പ്ലീസ്, എൻ്റെ പ്രിയരെ, എൻ്റെ പ്രിയരേ. എത്ര സ്നേഹത്തിലാണ് ഞാൻ വിളിക്കുന്നറിയാമോ. ഒരു വർഷം 5 പാട്ട് പാടുക, ഒരു സഭായോഗത്തിന് 5 പാട്ട്. ഒരു വർഷം 52 സൺഡേയാണ്. പക്ഷെ ഞങ്ങൾക്ക് 50 കിട്ടത്തുള്ളൂ. കാരണം ഒരു സൺഡേ ജനറൽ കൺവെൻഷൻ, പിന്നെ ഒരു സൺഡേ സെൻട്രൽ കൺവെൻഷൻ. അത് രണ്ടും പോയാൽ ബാക്കി 50 സൺഡേ. ഒരു സൺഡേ 5 പാട്ട് വെച്ചാണെങ്കിൽ ഒരു വർഷം പാടുന്നത്, സൺഡേ മാത്രം പാടുന്ന പാട്ട് 250 പാട്ടാണ്. അപ്പം 5 വർഷം ആകുമ്പോഴോ, ഒരു 5 വർഷം കൊണ്ട് ഞാൻ സൺഡേ മാത്രം പാടിയ പാട്ട് 1250 പാട്ട്, സൺഡേ മാത്രം. എന്നോട് നിങ്ങൾ വരണം. കോട്ടേജ് മീറ്റിങ്ങിന് 3 പാട്ട്, ഇപ്പം 50 × 3 150. ഫ്രൈഡേ 3 പാട്ട്, 50 × 3 150. അപ്പം 150 + 150 + 250. ചുരുക്കം പറഞ്ഞാൽ, റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ, നോർമൽ പ്രയറിന് മാത്രം ഒരു 600 പാട്ട് എന്ത് ചെയ്യും, ഉപവാസ പ്രാർത്ഥന വേറെ. ഈ 600 പാട്ടും പാടിയിട്ടും പാടാത്തവരുണ്ട്. ഇത്രയും പാട്ട് പാടിയിട്ടും ഒരു വാക്ക് അന്യഭാഷ പറയാത്തവരും. അപ്പൊ 5 പാട്ട് പാടുന്നിടത്ത് ആ ഗതിയാണെങ്കിൽ ഇവിടെയൊക്കെ 5 അല്ലല്ലോ. സ്തോത്രം. ആരാധനയുടെ കണക്കെടുപ്പ് നടത്തിയാൽ എനിക്കറിയത്തില്ല. ശമന ഹന്തർജനാഥന ഹസ്തർജനാഥന റിമാസിയാന്തർജനാഥന ഹസ്തുർജനാഥന ഉടബാസംദർജനാഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 13ാമത്തെ ദിവസം തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം പറയാത്തവരുണ്ടെങ്കിൽ വാ തുറക്കണം. അന്യഭാഷ പറയാത്ത എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? ഇന്ന് രാവിലെ അന്യഭാഷയിൽ ചില മിനിറ്റുകൾ കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ, ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞേ. റിമാസിയാന്തർജനാഥന. വാ തുറന്ന്. ആത്മമണ്ഡലത്തിലോട്ട് കയറുക. ഞാൻ ഈ കേരളത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പാസ്റ്റർമാരുടെ കൂടെയൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ബാബു പ്രവർത്തൻ്റെ കൂടെയും ഞാൻ ഈ 4-ാം ചെറിയൊരു വീട്ടിൽ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു വലിയ പാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്നൊരു പ്രാർത്ഥനയ്ക്ക് ഞാനും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അവസരം ഉണ്ടായിട്ടുണ്ട്. അനി ജോർജ് പാസ്റ്റർ ഉൾപ്പെടെയുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അടുത്ത നെക്സ്റ്റ് റലത്തിലോട്ട് കയറി ഞാനത് കണ്ടിട്ടുണ്ട്. വേറൊരു തലത്തിലോട്ട് പോകുന്ന, ഇത് പ്രസംഗകരുടെ ഭംഗിവാക്കൊന്നുമല്ല, ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ്. 13ാമത്തെ ദിവസമല്ലേ? ഹല്ലേലൂയ. വാ തുറന്ന് സ്തോത്രം പറഞ്ഞ് അന്യഭാഷയിൽ നെക്സ്റ്റ് തലത്തിലേക്ക് ആത്മമണ്ഡലത്തിൽ കയറാൻ അകത്ത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. യേശുവിന്റെ രക്തം ചെയ്യോ. അതരങ്ങളെ തുറന്ന്, അതരം തുറക്കാൻ പറ്റുന്നവർ അതരം തുറന്ന് പറഞ്ഞ അന്യഭാഷയിൽ നാം പറയുന്ന അന്യഭാഷ നമ്മുടെ ചെവി വരട്ടെ, നമ്മുടെ ചെവിയിലോട്ട് വരട്ടെ. ഹല്ലേലൂയ. നാം പറയുന്ന അന്യഭാഷ നമ്മുടെ ചെവിയിലോട്ട് വരട്ടെ. കരമടിക്കാൻ നിയോഗമുണ്ടെങ്കിൽ കരമടിച്ചോ. ആ കരമടിയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ വരട്ടെ. In the name of Jesus, in the name of Jesus. സ്തോത്രം. Listen to me, please listen. ആരാധന
നിങ്ങൾ വരണേ. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടോ പ്രിയരെ? കാര്യം ഒന്ന് പൊക്കിക്കാൻ നോക്കട്ടുണ്ടോ നോക്കട്ടെ. എല്ലാവരും ഉണ്ടല്ലോ. അന്യഭാഷയുടെ കണക്കെടുപ്പ്. ലിസൺ ടു മീ, ലിസൺ. അങ്ങനൊരു സമയം ഉണ്ടാകത്തില്ലയോ നമ്മുടെ ലൈഫ്? ഈ ഏലപ്പാറയുടെ പ്രസംഗത്തിന് ശേഷം കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും സുരേഷ് ബാബു എന്ന് പറയും, നല്ല പ്രസംഗമായിരുന്നു, അങ്ങനെ പറയാൻ പറ്റും. അത് ക്വാളിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സിലാക്കിയിട്ട് ഇതിന് തമ്പുരാനിടുന്ന ഒരു നിങ്ങളെല്ലാം പറഞ്ഞു ഫ്ലോപ്പാണെന്ന്, ദൈവം പറഞ്ഞു റെഡിയാന്ന്, ദൈവം പറഞ്ഞു ഫ്ലോപ്പാന്ന്, നിങ്ങൾ പറഞ്ഞു ഭയങ്കരമാന്ന് പറഞ്ഞു. ഏതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? ആവശ്യം. ആ ദൈവത്തിന് എനിക്ക് ഭയമുണ്ട്. ആ കണക്കെടുപ്പിൽ സക്സസ് എന്നൊന്ന് പറയാൻ. നല്ലവനും വിശ്വസ്തനുമായവനെ, നല്ലവനും വിശ്വസ്തയുമായവളെ, നല്ലവനും എന്നൊന്ന് പറയാൻ, അത് കേൾക്കാൻ ഇന്ന് രാവിലെ അകത്ത് കൊതിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ് യേശുവിൻ നാമത്തിൽ. ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഈ മെസ്സേജ് അങ്ങനെ സ്പർശിക്കണമെന്നില്ല. OETയോ IELTSോ കുഞ്ഞിൻ്റെ അഡ്മിഷനോ അതൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രയോറിറ്റി എങ്കിൽ ഒരു പക്ഷേ അങ്ങനെയുള്ളവരെ സ്പർശിക്കുന്ന സാധനമല്ല ഞാൻ ഈ പറയുന്നേ. സ്തോത്രം. അതുക്ക് മേലെ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. 1-2 മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? 1-2 മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? വാ തുറന്ന് ആരാധിക്കാമോ? വാ തുറക്കാം അച്ഛാ, വാ തുറന്ന അച്ഛാ. ഓ ശബല ഹദല ജഗദലമസി മോനെ, വാ തുറന്നേടാ മോനെ. ഹല്ലേലൂയ. ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വാഗമണിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാനൊരു 3 വർഷം ഇഞ്ചിമല്ലയിലെ പാസ്റ്റർ എന്നോട്, ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ് അല്ലയോ, മനുഷ്യരല്ലയോ. 3 വർഷം ഇഞ്ചിമല, ഏലപ്പാറയിലൊരു സ്ഥലത്തിൻ്റെ പേരാണ് ഇഞ്ചിമല. 3 വർഷം നല്ല സെൻഡ് ഓഫ് ആയിരുന്നു അവർ തന്നെ. പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച് വെച്ച് അപ്പോൾ നല്ല ഞങ്ങളുടെ പാസ്റ്റർ നല്ല സെൻഡ് ഓഫ് ഒക്കെ തന്നെ പറഞ്ഞു വിട്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല, നല്ല പൊറുപ്പൊരുതിയൊന്നും എനിക്കറിയത്തില്ല. കണക്കെടുക്കുമ്പോൾ ഞാൻ പരമാർത്ഥം പറയാം, ഇതൊക്കെ എങ്ങനെയാവുന്ന ഒരു പിടിയില്ല. എൻ്റെ ജിസനെ എന്നോട് ഉണ്ടോ? നരകത്തിൽ തള്ളുന്നുള്ള ചിന്തയിലല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എനിക്ക് അറിയത്തില്ല. 5 വർഷം വയലാലെ പാസ്തായിരുന്നു, അടൂർ വയല. അവിടുന്ന് നല്ല സെൻഡ് ഓഫ് ഒക്കെ മേടിച്ചാൽ ഞാൻ അങ്ങ് മാറിയേ. പക്ഷെ എനിക്കിപ്പോൾ വേറൊരു സ്ഥലത്താണ്, ഈ എലന്തൂർ. ഏതാണ്ട് 17 വയസ്സിൽ പ്രസംഗം തുടങ്ങി ഏതാണ്ട് ഞാൻ 28 വർഷത്തിലധികമായിട്ട് പാസ്റ്ററാണ്. ആ സ്ഥാനത്താണ് പൗലോസ് എഴുതിയേക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പുറകെ ചെന്നിട്ട് പറഞ്ഞു, ഇട്ടോ ഓ നല്ല പുറപ്പെടുത്തി ഇട്ടോ. ഞെട്ടിപ്പോകത്തില്ലയോ? എങ്ങനെയാലും വൈൻഡപ്പ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ അങ്ങനെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ ഭൂമി ഇങ്ങനെ സാങ്കല്പിക തണ്ടിൽ 23 ഡിഗ്രി ഇങ്ങനെ ചരിച്ച് വെച്ചേക്കും. അത് എപ്പോൾ വേണം കുടയാ, അതുകൊണ്ടാണ് ഈ ചരിച്ച് വെച്ചേക്കും. അത് മാത്രമല്ല, പണ്ട് ബ്രിട്ടീഷുകാർ പാലം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചേക്കും ഇത്ര ടണ്ണേ പാടുള്ളൂ, എല്ലാത്തിനും ലിമിറ്റുണ്ട്. ഓവർ ബ്രിഡ്ജ് വെക്കുമ്പോൾ താഴെ കൂടി ഇത്രയും എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഇത് പ്ലാൻ ചെയ്തപ്പോഴേ ഒരു ഭാരം ഉണ്ടായിട്ടുണ്ടാവും. ഒരു ഭാരം വെച്ച് കാണും, ഇത്ര ടാൻ. അപ്പം അതിന് ഭാരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേരെ വൈൻഡപ്പ് ചെയ്യും, പുതിയ ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. 85 കിലോ ഉള്ളവനെ വിട്ടേച്ച് 2 കിലോ ഉള്ളവനെ പൊക്കും. ഈ വെയിറ്റ് കൺട്രോൾ 150 കിലോ ഉള്ളവനെ തള്ളിയിട്ടേച്ച് 2 കിലോ. അപ്പോൾ വെയിറ്റ് ബാലൻസ്ഡ്. അപ്പോൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളിന്ന് പോകാൻ സമയമായെന്നുള്ളതാണ്. ഇങ്ങനെ അല്ലേ തന്നെ കേക്ക് വെട്ടി നമ്മൾ കുഴിയിലോട്ട് പോകുമല്ലോ. 61 വെട്ടി 7 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, നിൽക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ലിസൺ, ഞാൻ എൻ്റെ ശൈലിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതൊക്കെ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ നൽകുന്നൊരു ദൂതുണ്ട്. രക്തത്താൽ ജയം. ഒരു അസാധാരണ മണ്ഡലത്തിലേക്ക് മാറേണ്ട സമയമായെന്നാണ് ഇന്ന് രാവിലെ സ്വർഗ്ഗം സംസാരിക്കുന്നത്.
Receive the power in the name of Jesus. Shadhala Hastarjanadana. എനിക്കറിയാം ചിലരെ അസാധാരണമായി സ്പർശിക്കുന്നുണ്ട്. യെസ് ലംസി അന്തർജനാദന. ഓ റിബ ശംദർജനാദന. ചിലരെങ്കിലും അസാധാരണമായി ഇത് അകത്ത് സ്പർശിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അനുഭവിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. യെസ് ലോർഡ്. സക്സസ്ഫുൾ എന്ന് പറയാൻ ഞാനൊരു പരമാർത്ഥം പറയാം, വിഷമം തോന്നരുത്. നമ്മൾ ബയൂരാദേശത്ത് കാണുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആൾക്കാരും ആ സ്ഥലത്തോട്ട് പോയിട്ട് പോലും പറയത്തില്ല, ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ കാണാം, വത്സല്യ കുഞ്ഞുവനിച്ചതിനെ കാണാം. ഇമ്പമാണോ തുമ്പമാണെന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ പറഞ്ഞ പല ആൾക്കാരും അവിടെ പോയിട്ടുണ്ടോ എന്ന് പോലും ഒരു ഉറപ്പുമില്ല. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ലാൻഡിങ് ആണോ വേണ്ടേ? ഇത്ര മെസ്സേജ് കേട്ടിട്ട്, ഇത്ര ദൂതുകൾ കേട്ടിട്ട്, ഇത്ര 6 നിലയുടെ മണ്ട വരെ കയറി ചാടി വന്നിട്ട് വണ്ടി വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് വാഹനം ഇട്ടേച്ച് നടന്നു വെയിലടിച്ച് കയറി വന്നിട്ട് എങ്ങനെയൊക്കെ വൈൻഡപ്പ് ചെയ്യാനാണോ ചിന്തിക്കുന്നത്? സ്തോത്രം. അതല്ലെങ്കിൽ പറയണം ഇന്ന് രാവിലെ കർത്താവേ അങ്ങനെയല്ല. അസാധാരണമായ ഒരു ലാൻഡിങ് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാപിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ അതിനാവശ്യമായ അഭിഷേകം പ്രാപിക്കുക. Praise the Lord. Praise the Lord. Praise God. എങ്ങനെ സാധ്യമായെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ. ഇത് എങ്ങനെ ഒപ്പിച്ചു? നമുക്കറിയാം ഈ തുടക്കം, മിനിസ്ട്രിയുടെ തുടക്കം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ തുടക്കമുണ്ട്, മിനിസ്ട്രിയുടെ തുടക്കം. എന്തു ഫയറായിരുന്നു, ഫയറോ തീയോ കൊടുങ്കാറ്റോ പേമന് എന്തോ തുടക്കം. അന്ന് ഞങ്ങൾ സൈക്കിള യോഗം നടത്തിയിട്ടുണ്ട്. ലിസൺ ടു മീ. സൈക്കിൾ ചവിട്ടി യോഗത്തിന് പോയിട്ടുണ്ട്, പരസ്യയോഗം. ഞാനും രാജേഷ് പറയും, രാജേഷിൻ്റെ ഒരു പെങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു മലയുടെ മണ്ടേ ബോക്സ് ചുമ്മിയിട്ട് ഇങ്ങോട്ട് നോക്കൂ കോളാമ്പി തലയിൽ വെച്ച് ആംപ്ലിഫയറും വയറെല്ലാം കൂടെ ഒരു ബാഗിനകത്താക്കി തോളയിട്ടേച്ച് ഒരു ബോക്സ് ചുമ്മി ഒരു ഞങ്ങളുടെ മലയുടെ മണ്ടൊക്കെ ഒരു പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. തുടക്ക സമയത്തെ കാര്യമാണ്. ഇതിങ്ങനെ വർഷങ്ങൾ കഴിയും തോറും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ആ പണ്ടത്തെ തീഷ്ണതയിൽ നിന്നും പലപ്പോഴും പലരും എന്ത് ചെയ്യാറുണ്ട്? മാറിയിട്ടുള്ളവരുണ്ട്, മാറാറുമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ റേഞ്ചിലെത്തും, ഇങ്ങനെ റേഞ്ചിലെത്തും. വീടായി, കാറായി, അത്യാവശ്യം കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെ കയറും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ ലാസ്റ്റ് പ്രവർത്തിച്ചിടത്തും നല്ല പോർ തുടങ്ങിയെടുത്ത് മാത്രം ലാസ്റ്റ് ഈ സ്തോത്രം ഒരേ ആത്മമണ്ഡലത്തിൽ നിൽക്കുക, ഒരേ അഭിഷേകത്തിൽ നിൽക്കുക, ഒരേ തലത്തിൽ നിൽക്കുക. തിരിച്ചറിയുന്നവർക്കായി ഓ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാവിലെ എത്രവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഈ 13ാമത്തെ പകൽ അതിനാവശ്യമായ ഒരു ആത്മമണ്ഡലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കേണ്ട പരിശുദ്ധ ആത്മാവ് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചേ. ആമേൻ. അപ്പൊ എന്റെ സംശയം ഇതെങ്ങനെ സക്സസ്ഫുൾ ആയെന്നുള്ളത്. ഇതെങ്ങനെ പാസ്റ്റർ സാധിച്ചു? ഇതെങ്ങനെ സാധിച്ചു? പൗലോസ് പറഞ്ഞ നല്ല പൊരുതി. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ? അദ്ദേഹം പറയാം, പാസ്റ്റർ ഇതിൻ്റെ പിമ്പിൽ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട്. നമുക്ക് ഈ സീക്രട്ട് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അല്ലെങ്കിലും എങ്ങനെ കേട്ടോ, സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ ബിഹൈൻഡിൽ ഒരു സീക്രട്ട് ഉണ്ട്. ഞങ്ങളുടെ ഒരു സീനിയർ പാസ്റ്ററിൻ്റെ കൂടെ ഒരിക്കൽ വണ്ടി യാത്ര ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു സീനിയർ പാസ്റ്ററിൻ്റെ കൂടെ. അപ്പം എനിക്ക് അന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് യാത്ര ചെയ്യാൻ അവസരം കിട്ടുന്നപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ എത്ര സമയം പ്രാർത്ഥിക്കും? 1500 ചർച്ചും 1500 പാസ്റ്റേഴ്സും ലക്ഷക്കണക്കിന് ബിലീവേഴ്സും സകല കാര്യങ്ങളും കൺട്രോൾ ചെയ്യേണ്ട പവറുള്ള ആളോട് ഞാൻ ചോദിച്ചു, എത്ര സമയം പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര സമയം ബൈബിൾ വായിക്കും? ഒരിക്കൽ ഞങ്ങളുടെ ഒരു പാസ്റ്റർ ദോഹയിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ എന്നെ കാറിൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ ഏത് ബൈബിളാച്ചാ വായിക്കുന്നത്, പഠിക്കുന്നത്? അറിയാം, നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാസ്റ്റർ, നല്ല കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും.
ഷാർജ ഇപ്പം ഞങ്ങളുടെ ജോയൽ പാസ്റ്റർ ഉണ്ട്. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയി കൊടുത്ത് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ജോയൽ പാസ്റ്റർ ഏത് ബൈബിളാണ് സ്റ്റഡി ചെയ്യുന്നത്? ഒത്തിരി ബൈബിൾസ് ഉണ്ട്, നമുക്ക് അറിയത്തില്ലാത്ത പല കാര്യമുണ്ട്. ഈ നല്ല മെസ്സേജ്, സക്സസ്ഫുൾ മിനിസ്ട്രി, സക്സസ്, അതിൻ്റെ പിമ്പിൽ സീക്രട്ടുകളുണ്ട്. പലരും പറഞ്ഞു കൊടുക്കും, ചിലർ പറയത്തില്ല. അത് പറയത്തില്ല. പൗലോസിനോട് ഞാൻ ഇതെങ്ങനെയാ പറ്റിയേ? അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ എനിക്കിത് നടന്നതിൻ്റെ കാരണം അഗ്രിപ്പാവിനോട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ സ്വർഗീയ ദർശനത്തോടെ കാണിച്ചില്ല, വിഷൻ. വിഷനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല, ദർശനത്തിൽ നിന്ന് മാറിയില്ല. പൗലോസ് ലൈഫിനകത്ത് 36 കൊല്ലത്തെ മിനിസ്ട്രി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ 7 ദർശനം ഉണ്ടായിട്ടുണ്ട്. പൗലോസ് കണ്ട 7 വിഷൻസ് ബൈബിളിനകത്തുണ്ട്. 7 ദർശനം. ഒന്നിൻ്റെ കാലാവധി കഴിയുമ്പോൾ നെക്സ്റ്റ്, അത് കഴിയുമ്പോൾ നെക്സ്റ്റ്, അത് കഴിയുമ്പോൾ നെക്സ്റ്റ്. ഈ വർഷം അത്രയും സഞ്ചരിച്ചത് ഒറ്റ വിഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാ. ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദർശനം, നീ പണ്ട് പ്രാപിച്ചത് മറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതിലേക്ക് തിരിച്ചു കയറാൻ ആ തമ്പുരാൻ നിന്നോട് സംസാരിക്കുന്നത്. മനസ്സിലായവർക്കായി കർത്താവിന് ഇന്ന് രാവിലെ സ്തുതിക്കുകയാണ്. പെന്തിക്കോസിൽ പ്രതിസന്ധികൾ സഹിച്ച് ഇറങ്ങി വന്നപ്പോൾ നിന്റെ അകത്ത് കത്തിയ ഒരു വിഷനുണ്ട്. ആ വിഷനിലേക്ക് ഇന്ന് രാവിലെ മടങ്ങി വരാൻ ബൈബിള് കൂടിനകത്ത് വെച്ച്, കൂട് മടക്കി ബാഗിനകത്ത് വെച്ച്, അച്ഛൻ അറിയാതെ അമ്മാമ്മ അറിയാതെ പെന്തിക്കോസ്തിൽ പ്രാർത്ഥനയ്ക്ക് വന്ന ആൾക്കാരുണ്ട്. അതായിരുന്നു തുടക്കം. പക്ഷെ കാര്യങ്ങൾ അനുകൂലമായപ്പോൾ അന്നത്തെ എന്തോ ഒരു തീഷ്ണത കുറവ്. തുടങ്ങട്ട് 11 മണിക്കല്ലയോ, തുടങ്ങട്ട്, പാടട്ട് പാടട്ട്. പ്രസംഗം 12 മണിക്കല്ലയോ, ആട്ട്. എന്തോ ഒരു വേഗത കുറവ് പോലെ, എന്തോ ഒരു ടയേർഡ്നെസ് പോലെ, എന്തോ ഒരു ഗൗരവക്കുറവ് പോലെ. എന്നറിയോ, പണ്ട് കണ്ടതിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. സ്തോത്രം സ്തോത്രം. ഈ കള്ളനെ കണ്ട പട്ടിക്ക് കൊര നിർത്താൻ പറ്റത്തില്ല. കൊരയ്ക്കുന്നത് കണ്ട് കൊരയ്ക്കുന്നവരുടെ വാ കഴിക്കും, പക്ഷേ കണ്ടവൻ നിർത്തത്തില്ല. ഇന്ന് രാവിലെ എനിക്ക് അതേ പറയുള്ളൂ. ഒരാസാധാരണ ദർശനത്തിലേക്ക് കാലങ്ങൾ കഴിയുന്തോറും ആ ദർശനത്തിൽ സഞ്ചരിക്കാൻ, മാസങ്ങൾ കഴിയുന്തോറും അതിൽ സഞ്ചരിക്കാൻ, അതിൽ മാത്രം സഞ്ചരിക്കാൻ ഇന്ന് രാവിലെ അകത്ത് ചിന്തിക്കുന്നവർക്കായി, ഉറപ്പിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. Praise the Lord. ദർശനത്തോട് ഞാൻ അനുസരണക്കേട് എന്ത് ചെയ്തില്ല, കാണിച്ചില്ല. എന്ന് പറഞ്ഞാൽ എന്താണോ ദൈവം തരുന്നത് അതിൽ സഞ്ചരിക്കുക. ഇങ്ങനെ അതിൽ തന്നെ സഞ്ചരിക്കുക. കാലങ്ങൾ, മാസങ്ങൾ അറിയത്തില്ല, ആഴ്ച, ദിവസം ഇല്ല, ഇങ്ങനെ അതിലാ സഞ്ചരിക്കുന്നത്. അതിന്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ നെക്സ്റ്റ്, പിന്നെ അതിലാ സഞ്ചരിക്കുന്നത്. പണ്ട് പ്രാപിച്ചതല്ലാതെ പിന്നെ പ്രാപിച്ചത് വല്ലതും ഉണ്ടോ? പണ്ട് പ്രാപിച്ചത് വർഷം 10 10 15 അന്ന് കണ്ടതല്ലാതെ, അന്ന് പ്രാപിച്ചതല്ലാതെ വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്തത് എന്താണെന്നുള്ളതിനെ കുറിച്ച്, അടുത്ത വിഷൻ എന്ത്, എന്നെ കുറിച്ചുള്ള നെക്സ്റ്റ് വിഷൻ എന്താണ്? ഹല്ലേലൂയ. നിങ്ങൾ കൈയടിക്കുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലെ ചിന്ത കൈയടിക്കുന്നതിനപ്പുറം ഇത് നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറുക എന്നുള്ളതാണ്. അകത്ത് കയറിയിട്ടുള്ള കൈയടിയാണെങ്കിൽ അത് വേറെ തലത്തിലോട്ട് പോകും, രക്തത്താല് ചെയ്യാം. ഇന്ന് രാവിലെ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ക്രൈസ്റ്റ് സെന്റർ ചർച്ചിന്റെ നെക്സ്റ്റ് വിഷൻ എന്താണ്, എന്താണ് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇന്ന് രാവിലെ ചിന്തിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വിഷന്റെ പവർ ഭയങ്കര. ഈ വിദ്വാൻമാരെന്ന് പറയുന്ന ഒരു കൂട്ടം ബൈബിളിനകത്തുണ്ട്. അവർ വാനഗോളങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരായിരുന്നെന്നാണ്. എന്നോട് നിങ്ങൾ പറയണേ,
സയൻറ്റിസ്റ്റ് ആയിരുന്നെന്നാണ്. അവരിങ്ങനെ പഠിക്കുമ്പോൾ ഒരു നക്ഷത്രം വന്നു. ഇവരത്ര ലോക്കൽ ആൾക്കാരൊന്നുമല്ല. ഒരു നക്ഷത്രം എൻ്റർ ചെയ്തു. ഒരു നക്ഷത്രം കണ്ട പറയണം, ഓൺട്രാ പുതിയത്, പുതിയത്. ഒരു നക്ഷത്രം പുതിയതാന്ന് പറയണമെങ്കിൽ പഴയ നക്ഷത്രം മൊത്തം പുള്ളിക്ക് എന്ത് ചെയ്യാം? സൂര്യ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾക്ക് മൊത്തം പുള്ളിക്ക് അറിയാം. അത് ഇത് തോമാച്ചൻ, ഇത് അങ്കച്ചൻ, ഇത് ബേബിച്ചിൻ്റെ നക്ഷത്രം, ഇത് ഇങ്ങനെ. അപ്പം ദേ ഓർണ എൻ്റർ ന്യൂ, അത് പുതിയത്. അപ്പം തലമണ്ട ഉള്ളവരല്ലയോ? ദൂതം എന്ന് പറഞ്ഞു യേശു ജനിച്ചു. അവർ പറഞ്ഞു റൂട്ട് മാപ്പില്ല, ഗൂഗിൾ മാപ്പില്ലല്ലോ. പറഞ്ഞു ഈ ഡോണ്ട് വറി, നിങ്ങളെ നക്ഷത്രം വഴി കാണിക്കും. അപ്പം നക്ഷത്രത്തെ ഫോളോ ചെയ്യാം. ഒരു നക്ഷത്രത്തെ ഫോളോ ചെയ്ത് സഞ്ചരിക്കുക. ചരിത്രം പഠിക്കുമ്പോൾ ഒരു 1.5 കൊല്ലത്തിലധികം സഞ്ചരിച്ചെന്നാണ്. കാരണം അല്ലേ എൻ്റെ പാസ്റ്റർ 1.5 കൊല്ലത്തോളം ഒരു നക്ഷത്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിമ്പിലെ ത്യാഗം എന്താണ്? ത്യാഗം. അവര് എത്ര പേരുണ്ടായിരുന്നു അറിയാമോ? 3 പേർ അല്ലേ? 3 പേർ. അത് ഈ പൊന്നേമൂര് കുന്തിരിക്കത്തിൻ്റെ ഒക്കെ 3 പേരെന്ന് പറഞ്ഞാൽ 3 പേരല്ല, അത് കൂടുതലുണ്ടായിരുന്നു. ഇങ്ങനെ കുറേയേറെ പേർ. കുറച്ച് പേർ തിരിച്ചു പോയി. ഞങ്ങൾ വരുന്നില്ല, മടുത്തു, അയ്യോ 5-6 മാസമായി നടക്കുന്നു, കാണുന്നുമില്ല, തിരിച്ചു. കുറച്ച് പേര് മരിച്ചു, കുറച്ച് പേര് രോഗിയായി, പക്ഷെ കുറച്ച് പേര് ലാൻഡ് ചെയ്തു. ഒരുമിച്ച് പുറപ്പെട്ടവർ കുറച്ച് പേർ തിരിച്ചു, കുറച്ച് പേർ മരിച്ചു, കുറച്ച് പേർ രോഗി, കുറച്ച് പേർ ലാൻഡ് ചെയ്തു. വൈ? ബാക്കി ഉള്ളവരൊക്കെ ദർശനം, ആ വിഷനിൽ നിന്നും മൈൻഡ് മാറി ഓരോരോ എക്സ്ക്യൂസുകൾ, മകളെ, കൊച്ച്, വീട്, കാറ്, ഓരോരോ എക്സ്ക്യൂസുകൾ. പക്ഷെ 3 പേർ ലാൻഡ് ചെയ്തു. ബിക്കോസ് ഈ 3 പേര് ഒറ്റ വിഷനിലെ 1.5 വർഷം സഞ്ചരിക്കുന്നേ. ഹല്ലേലൂയ. ദർശനം ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ആരെയും ബോധിപ്പിക്കാൻ കയറി വന്നല്ല നമ്മൾ. ഇതിനകത്ത് വന്നത് ഒരാളെ ബോധിപ്പിക്കാനല്ല, ഒരാസാധാരണ വിഷൻ അകത്തുള്ളത് കൊണ്ടാണ്. ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറ. ഈ പണ്ട് കാലത്തുള്ള ആൾക്കാർക്കൊക്കെ അതായിരുന്നു അല്ലേ അച്ഛാ? നമ്മളെ ബൈബിൾ വായിക്കാത്ത ആൾക്കാരുടെ കാര്യം ബൈബിളിനകത്തുണ്ട്. എബ്രായ സഭയിലെ ദൈവമക്കൾ ബൈബിൾ വായിച്ചിട്ടില്ല. എബ്രായ സഭയിലെ ദൈവമക്കൾക്ക് ബലപ്പെടാൻ വേണ്ടിയിട്ട് പൗലോസ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. രാജ്യങ്ങളെ അടക്കിയവർ, നീതി നടത്തിയവർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സിംഹങ്ങളുടെ കൂട്ടിലിട്ട് കളഞ്ഞ ആൾക്കാരുണ്ടല്ലേ, ഈർച്ചവാളൽ അടക്കം. അവർ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് കണ്ടിട്ടുള്ളവരൊന്നും അല്ല. പക്ഷെ അതിന് ദർശനത്തിന് വില കൊടുത്തുകൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് നല്ല ഉയർത്തെഴുന്നേൽപ്പ് മതി, അതുകൊണ്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം പറ്റും. മരിച്ചു, ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് വേണം. മീൻസ് അവര് പ്രാപിച്ച മങ്ങിയ ദർശനത്തിന് വേണ്ടി വില കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. അപ്പൊ ആരോ പറഞ്ഞു കൊന്നു, ആരോ പറഞ്ഞു ഷെയർ തരത്തില്ല, വേണ്ട, ആരോ പറഞ്ഞു വീട്ടിൽ പോക്കോ. യെസ്, ദർശനത്തിന് വേണ്ടി വില കൊടുക്കുന്ന വിശുദ്ധന്മാരുള്ളത് കൊണ്ട് ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറയാമെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ. പണ്ട് കാലത്തെ ശിരോമണികൾ, ഭക്തന്മാരൊക്കെ വില കൊടുത്തവരായിരുന്നു, ഭയങ്കര വില കൊടുത്തവരാണ്. അയ്യോ, അന്ന് ഭയങ്കര വില കൊടുത്തവരാണ്. അന്ന് ഇത്രയും ഇല്ലല്ലോ പെന്തിക്കോസ്ത്. ഇന്നിപ്പോൾ പെന്തിക്കോസ്റ്റിലോട്ട് വരുവാന്ന് പറഞ്ഞാൽ അത്ര മോശം പരിപാടിയൊന്നും അല്ല. ഇന്നിപ്പോൾ പെന്തിക്കോസ്റ്റിലോട്ട് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. പോക്കോ, അവളെ എങ്ങനെ രക്ഷപ്പെട്ടോളും, ഗ്ലോറി. പെന്തിക്കോസ്റ്റിലോട്ട് പോകണം, മോളെ നീ പോക്കോ, നീ എങ്ങനെയും ഒക്കെ അറിയാം. വരുമ്പോൾ സോഡാക്കുപ്പോൾ അടപ്പോലെയൊക്കെ വരുന്നെങ്കിലും ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ബണ്ണ് പോലാവും, അവളൊക്കെ ബണ്ണ് പോലാവും. അതിങ്ങനെ പ്രാർത്ഥിച്ച് ഊസിയൊക്കെ നമ്മൾ നേടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. സൈക്കിളെ വന്ന ഒരാൾ 10 കൊല്ലം കഴിയുമ്പോൾ നല്ല വാഹനം കർത്താവ് കൊടുക്കുക. അത് പ്രോസ്പെറിറ്റി അല്ല, കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് പെന്തിക്കോസ്റ്റിലുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഇന്നിപ്പം നമ്മൾ ചർച്ച വെക്കുമ്പോൾ ആദ്യം നോക്കുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടാണ്. പാർക്കിംഗ് ഉണ്ട്, ചർച്ച് ഫസ്റ്റ് പാർക്കിംഗ് പ്രശ്നം, എല്ലാവർക്കും കാറ്. പക്ഷെ പണ്ടോ ഇല്ല, ഒന്നുമില്ലാത്തവർക്ക്
അവരുടെ ഇടയിലോട്ട് ദർശനത്തിന്റെ പേരിൽ ഇറങ്ങിയപ്പോ പറഞ്ഞു, പുറത്തിറങ്ങിക്കോ, പോ 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 വീട്ടിൽ പോ, എടുത്ത് നോക്കോ. പക്ഷെ ആ വില കൊടുത്ത കണ്ടോ? സ്തോത്രം. അതുകൊണ്ട് അന്നത്തെ പാട്ടുകൾ, ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, അന്നത്തെ പാട്ടുകൾക്ക് ഒരു നല്ല പവർ ഉണ്ടായിരുന്നു, നല്ലൊരു സുഖം. ഓ നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തോരാ കൂടി ഒന്നായി വാഴാൻ വഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ ഓ അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നമ്മുടെ സമയം പോകും. എന്ത് രസം മോനെ പോവല്ലേ. സ്തോത്രം. എന്തോ അവരുടെ ആ ത്യാഗവും സമർപ്പണവും ഒക്കെ ഭയങ്കരമായിരുന്നു. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തനെറുശലേം പുരം തത്ര ശോഭിതം വീതി സ്വച്ഛ സ്ഫടികതുല്യം തങ്ക നിർമ്മിതമാം പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലഹോ, ഭംഗി വർണ്യമല്ലഹോ. ഇതിങ്ങനെ മനസ്സിൽ കിടന്നപ്പോഴേ അച്ഛൻ പറഞ്ഞത് പൊക്കോ, ഷെയർ ഇല്ല. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. അതറിഞ്ഞ് ആരാധിക്കാൻ നിയോഗമുള്ളവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. അതറിഞ്ഞ് സ്തോത്രം പറയുന്നവർക്കായി ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു തടസ്സവും നിന്റെ മുമ്പിലെ തടസ്സമല്ല, നിന്റെ അകത്തെ വിഷനാണ് പവർ. ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. Glory to God, glory to God, glory to God, glory to God. ഈ ഇറക്കി വിട്ടിട്ട് ചിലരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അമ്മ നോക്കും വാതക്കേന്ന്. അമ്മ ഇങ്ങനെ വാതക്കേന്ന് പറമ്പിൽ നോക്കുമ്പോൾ കപ്പയുടെ ഇല അലങ്ങുന്നത് കാണാം. കപ്പയില, കപ്പത്തോട്ടം അമ്മയോ അവിടെ ഇല. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി മോൾ അവിടെ ഉണ്ട്. എന്നിട്ട് മോക്ക് കപ്പ കൊണ്ട് കൊടുത്തു അമ്മ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏത് മോളെന്നറിയാമോ? അമ്മയുടെ പേരാണ് അന്നമ്മ മാമൻ. വിശ്വാസത്തിൽ ഇറങ്ങിയതാ. വീട്ടിൽ പൊക്കളാൻ പറഞ്ഞു. എവിടെ പോകാൻ പറ്റും, പണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഈ കപ്പക്കാലക്കകത്ത് കിടക്കും. അപ്പൊ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി ഈ ഞാൻ കപ്പത്തണ്ട് പിടിച്ച് കുലുക്കും, ഏത് കപ്പയാണോ കുലുങ്ങുന്നേ അവിടെ ഞാനുണ്ട്. ഒരു വിഷന്റെ പേരിലല്ലേ. എന്നോട് നിങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്ന് ഇല്ലല്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ സംസാരിക്കുന്നത് ക്രൈസ്റ്റ് സെന്റർ ചർച്ച് ദൈവമക്കൾ പണ്ടത്തെ വിഷൻ അല്ല, ഒരു പുതിയ വിഷൻ പ്രാപിക്കുന്ന തലത്തിലേക്ക് ഇന്ന് രാവിലെ എത്തിപ്പെടുക. വിശ്വസിക്കുന്ന തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ബ്രദറെ, വാ പൂട്ടി സ്തോത്രം പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എന്നെ നോക്കണ്ട, എന്റെ പ്രസംഗത്തിന്റെ ഗ്രേഡ് നോക്കണ്ട, വാക്സാമർത്ഥ്യം ഒട്ടും നോക്കണ്ട. ഈ ദൂത് സ്പർശിക്കപ്പെടുന്നെങ്കിൽ വാ തുറക്ക്. നീ പറയുന്ന അന്യഭാഷ പുറത്തു വരട്ടെ. പല ബന്ധനങ്ങളും ഇന്ന് രാവിലെ അഴിഞ്ഞു മാറും. യെസ്, ചിലരെ പരിശുദ്ധാത്മ ശക്തമായി തൊടുന്നുണ്ട്. വാ തുറക്കാൻ പറ്റുന്നവർ എന്നെ നോക്കട്ടെ. നിങ്ങൾ അന്യഭാഷയുമായിട്ട് ദൈവത്തോട് ചേർന്നേ. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് അന്യഭാഷയുമായിട്ട് ഒരുമിച്ച് ദൈവത്തോട് ചേർന്നേ. ദൈവത്തോട് ചേർന്ന് യേശുവിന്റെ രക്തം. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ?
സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു സീക്രട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ അവിടെ സീക്രട്ട് ഉണ്ട് പാസ്റ്ററെ, ഞാൻ ഈ ദർശനത്തിലാണ് സഞ്ചരിച്ച് ഫുൾ വിഷൻസ്. 7 വിഷൻ ഉണ്ട്. രാവിലെ നമുക്കത് 7 പറയാൻ പറ്റത്തില്ല. നിയോഗം ഉണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് പറയും, ഇല്ലെങ്കിൽ ആദ്യത്തെ 1-2 പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യും. പൗലോസ് സഭകളെ നശിപ്പിക്കുന്ന ഒരാളായിരുന്നു. പാപിനുള്ള അധികാരപത്രം വാങ്ങി ഇങ്ങനെ പോകുമ്പോൾ, ഓക്കെ മേനെ താങ്ക് യു, ഇങ്ങനെ പോകുമ്പോൾ ഡെമസ്കോസിൻ്റെ പടിവാതിലത്തെ വെച്ചാണ് ആദ്യത്തെ വിഷൻ, ഫസ്റ്റ് വിഷൻ. അടുത്ത് നോക്കേ, എൻ്റെ അടുത്ത് നിങ്ങളുണ്ടല്ലോ അല്ലയോ? അയ്യോ, ഈ ദർശനത്തിൻ്റെ ഒരു പവറേ. കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്സ്, ഏതാ ഒരു സെക്കൻഡിൻ്റെ ഒരു അംശം അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നു, ഒരു പ്രകാശം ഇനി ഇവിടെ വെട്ടം നോക്കി പ്രകാശം ഇനി എല്ലാവരും താഴെ വീണു, എല്ലാവരും സൗണ്ട് കേട്ടു. ഈ പുള്ളി ആ ദർശനത്തിന് പ്രകാശത്തിൽ എന്തോ കണ്ടു, ഒരു പ്രകാശം പെട്ടെന്നൊരു മിന്നിച്ച്. ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവ്? അപ്പൊ കണ്ടു, ആരോ കണ്ടു, നീ ആരാകുന്നു? ഒരു കൊച്ചു വിഷൻ അല്ലേ? ഒരു സെക്കൻഡിലെ ദർശനം. എന്റെ പൊന്നു ബിജിനെ, ഈ മനുഷ്യൻ യൂ ടേൺ ചെയ്തു. ഇങ്ങനെ പോയവൻ ഒറ്റ തിരിഞ്ഞു അങ്ങോട്ട് പോയവനാണേ. ഇവൻ ഇങ്ങനെ യൂ ടേൺ ചെയ്തു. കൊല്ലാൻ പോയവന്റെ നിഴലടിച്ചപ്പോ രോഗി സൗഖ്യമാകുക. അതിന്റെ കാരണം കേൾക്കണോ? ചെറിയ വിഷൻ. ഈ 6ാമത്തെ നിലയിൽ നീ വന്നെങ്കിൽ ഇന്ന് രാവിലെ ഒരു ദർശനത്തിന്റെ ചെറിയൊരു അംശം നിന്റെ അകത്ത് വീണാൽ നീ വന്ന പോലെ ആവില്ല. ഇന്ന് രാവിലെ പറഞ്ഞ തിരിച്ചറിയാൻ നിയോഗമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു മനുഷ്യനെ ടേൺ ചെയ്യിപ്പിക്കുന്ന സാധനം കണ്ടു. ഒരു മിന്നിച്ച യൂ ടേൺ ചെയ്തു, നേരെ തിരിച്ചു. പിന്നെ ഈ മനുഷ്യൻ പോകുന്നിടത്തൊക്കെ സൗഖ്യം. ചത്തുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വാക്യം, കുറിച്ചു വെച്ച വാക്യം ഞാൻ പ്രസംഗിക്കുന്നു. ലേഖനങ്ങൾ 14, സഭകൾ 36. ജീവിച്ചപ്പോൾ രക്ഷയിൽ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ നിര്യാണ ശേഷം ജനം വിശ്വാസത്തിൽ. അതിന്റെ കാരണം അറിയാം, ഒരു വിഷൻ, ഒരു കൊച്ചു വിഷൻ. ഹല്ലേലൂയ പറയാമെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഒരുമിച്ചൊന്ന് സ്തോത്രം പറയാമെങ്കിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തോട് പറയാം, ഇത് ഞങ്ങളുടെ യോഗം 3 മണിക്കൂറാണ് ഞങ്ങളുടെ യോഗം. 3-3.5 മണിക്കൂർ ഞങ്ങളുടെ യോഗമുണ്ട്. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു മിനിറ്റിലോ ഒരു സെക്കൻഡിലോ എന്നെ ഒന്ന് സ്പർശിക്കണമേ. എനിക്കൊരു ദർശനത്തിൻ്റെ പദം ഇന്ന് രാവിലെ എൻ്റെ കണ്ണിനകത്തൊന്ന് പകരണമേ. ഈ മണിക്കൂറിൽ ഏതെങ്കിലും ഒന്നിൽ എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇതായിരിക്കാം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട യോഗം. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. ഒരു ഗതികെട്ട കുടുംബത്തിൽ അംഗമായിരുന്നു ഞാൻ. എൻ്റെ ഒരു ഗതികെട്ട കുടുംബത്തിൽ അംഗമായിരുന്നു. ഫാദർ ഭയങ്കര കുടിയനായിരുന്നു, ചെയിൻ സ്മോക്കറും കുടിയനുമായിരുന്നു എൻ്റെ അപ്പൻ. അമ്മ ഒരു ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ ഫാദർ 63ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ വാടക വീട്ടിൽ കിടന്നാണ് മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനിച്ചതും വാടക വീട്, ജീവിച്ചതും വാടക വീട്, മരിച്ചതും വാടക വീട്. സ്വന്തം വീട്ടിൽ കിടന്നില്ല എൻ്റെ അപ്പൻ, വാടക വീട്ടിൽ കിടന്നാണ് മരിച്ചത്. ഒരു 21 ഡേയ്സ് ഉപവാസ പ്രാർത്ഥന രാജേഷിൻ്റെ വീട്ടിൽ നടക്കുക 2003. അതിൻ്റെ ഞങ്ങളൊക്കെ അന്ന് ഫാസ്റ്റിങ്ങില്ല, അന്ന് ആദ്യമായിട്ട് ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, പപ്പ അച്ഛാ ഞാൻ 21 ഡേയ്സ് ഉപവസിക്കുക. അപ്പം ചോദിച്ചു, ചത്തു പോകത്തില്ലയോടാ? 21 ദിവസമൊക്കെ ചത്തു പോകത്തില്ല. അങ്ങനെ അവിടെ ഞങ്ങളോട് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, മരിക്കട്ടെ, വീട്ടിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ പട്ടിണി മരണം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി മരിക്കുകയാണെങ്കിൽ ഉപവാസം മരണം. ഇവിടെയും എന്ത് തന്നെയാണ്. അതിൻ്റെ 10ാം ദിവസം അജീസനെ, അന്ന് അതിനൊരു 10ാം ദിവസമാണ് ശരിക്കും നമ്മുടെ ലൈഫിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നത്. അന്ന് പ്രസംഗിച്ചൊരു പാസ്റ്റർ വന്ന് പറഞ്ഞു, ഇന്ന് നിൻ്റെ ഒരു അഭിഷേകം വ്യാപരിക്കും. 9 മണി വരെ ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഞങ്ങളിങ്ങനെ ഒരു ഇൻറ്റർസെസറി പ്രയറിനകത്തിരിക്കുമ്പോൾ എന്നെ ഒന്ന് തൊട്ടു, ഒരു 2 മിനിറ്റ്സ് എന്തോ എന്നെ ഒന്ന് സ്പർശിച്ചു. 1 മണിക്കൂർ ആരാധിച്ചു. ആ 2 മിനിറ്റിൻ്റെ ബലത്തിലാണ് ഞാനിങ്ങനെ സഞ്ചരിക്കുന്നത്. അന്നത്തെ 2 മിനിറ്റ്സ് ഓ ലാംസി അന്തർജനാഥന.
ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു 2 minutes അതിന്റെ ബലത്തിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് സഞ്ചരിക്കുകയാണ്. 2 minutes. ഹല്ലേലൂയ. പ്രതീക്ഷ വർദ്ധിക്കട്ടെ പ്രിയരെ, നിന്റെ എക്സ്പെക്ടേഷൻ വർദ്ധിക്കട്ടെ. ഒരുപക്ഷെ ഇന്ന് ആയിക്കൂടാ എന്നുണ്ടോ? സ്തോത്ര. രോഗം മാറാൻ അധികം സമയം വേണ്ട. എൻ്റെ മമ്മി ഒരു ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു. മമ്മിയെ സൗഖ്യമാക്കിയത് കർത്താവാണ്. സെക്കൻഡുകൾ കൊണ്ടാണ്. സെക്കൻഡുകൾക്ക് ദൈവസന്നിധി മാത്രമേ വാല്യൂ ഉള്ളൂ. ഇവിടുത്തെ ഓരോ മിനിറ്റും എത്ര വിലപ്പെടാന്നറിയാം. എനിക്ക് താഴോട്ട് ഇറങ്ങണമെന്നുണ്ട്. ഇവിടുത്തെ ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ട സെക്കൻഡുകളാണ്. ഇതിനകത്ത് ഇന്ന് പകൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റുകളും വളരെ വിലപ്പെട്ട മിനിറ്റ്, പ്രതീക്ഷിക്കുന്നവർക്ക് വിലപ്പെട്ട മിനിറ്റുകളാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന 40 നിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാരാധിച്ച് ഓരോ ആവാസിയാം ദർശനാഥന ചേർന്ന് കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ച് ഒരുമിച്ച് കർത്താവിനെ ഈ പകൽ നിന്റെ അഭിഷേകം. കേറി പിടിക്കാമെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ കേറി പിടിക്കാമെങ്കിൽ പിടിച്ചോ. താവേ, നിന്റെ ശക്തി എന്റെ അകത്തുനിന്ന് പകർന്നേ പറ്റൂ. എനിക്ക് എന്നെ ഒന്ന് തൊട്ടേ പറ്റൂ. ഹല്ലേലൂയ. ബോസേ, ദൈവത്തോട് പ്രാർത്ഥിക്കുമോനെ. റംസിയാം ദർശനാഥന, ഇന്ന് രാവിലെ ഈ യോഗത്തിന് ഏതെങ്കിലും ഒരു സെക്കൻഡ് നിന്റെ മേൽ ഒരഭിഷേകം വന്നാൽ വൈഡപ്രഭാത്തിന് രോഗബന്ധനം അഴിയാൻ ദൈവത്തിന് മണിക്കൂറുകളൊന്നും വേണ്ട. ഈ 18 വർഷത്തെ കൂനിയെ സൗഖ്യമാക്കാൻ എടുത്തത് സെക്കൻഡുകൾ മാത്രമാണ്. 40 വർഷം അടക്കമുള്ള രോഗിയെ സൗഖ്യമാക്കാൻ സെക്കൻഡുകൾ മാത്രമാണ്. സെക്കൻഡുകൾക്ക് വാല്യുള്ള നിമിഷമാണിത്. സെക്കൻഡുകൾക്ക് വാല്യുള്ള നിമിഷമാണിത്. യേശുവിൻ നാമത്തിൽ ഈ രാവിലെ receive the power in the name of Jesus. Receive the power in the name of Jesus. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി പ്രാപിക്കുക. ഈ രാവിലെ പ്രാപിക്കുക. Hallelujah. Shabala hadala ragadalaya telayadalaya. ഇത് അവിടുത്തെ സമയമാണ്. കർത്താവേ, നിന്റെ സ്ഥാനത്ത് ഞങ്ങളുടെ തലമേൽ വെക്കണമേ. നിന്റെ അഭിഷേകം ഞങ്ങളുടെ തലമേൽ വെക്കണമേ. സെക്കൻഡുകൾ. ഓ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. യെസ് ലോർഡ്. കരമുയർത്തി സ്തോത്രം എന്ന് പറയാമോ? ഈയിടെ സഭയെ നശിപ്പിക്കാൻ പോയ ഒരു മനുഷ്യനെ ടേൺ ചെയ്തത് മണിക്കൂറല്ല, ഒരു കൊച്ചു വിഷൻസ്, ഒരു സെക്കൻഡിലെ ഒരു ദർശനം. യു ടേൺ ചെയ്തു, തിരിഞ്ഞു. അയ്യോ, ഇനി കേൾക്കണോ? ഇയാളെ കണ്ണ് കാണാതിരിക്കുന്ന സമയത്ത് അനനിയാസ് ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പം അനനിയാസ് പറഞ്ഞു, കർത്താവേ, അയാൾ സഭയെ കൊല്ലാൻ ശ്രമിക്കുന്ന ആൾക്കാരാണല്ലോ, ഞാനങ്ങനെ പോകുന്നത്. അപ്പോൾ തമ്പുരാൻ പറയും, ഡോൺ വരെ, നീ പൊക്കോ, അവനിപ്പോൾ പ്രാർത്ഥിക്കുക, നീ പൊക്കോ, അവൻ പ്രാർത്ഥിക്കുക. അതിനർത്ഥം എന്നറിയോ? പ്രാർത്ഥിക്കുന്നവൻ ഒന്നും ചെയ്യത്തില്ല, അവൻ പ്രാർത്ഥിക്കുക, നീ പൊക്കോ. Now he is praying. പ്രാർത്ഥിക്കുക. ഇതിന് മുമ്പത്തെ കാര്യം അറിയത്തില്ല, ഇതിന് മുമ്പത്തെ കാര്യം അതോറിറ്റിയിൽ യാത്ര. പക്ഷെ now he is praying. പ്രാർത്ഥിക്കുക. ആള് മാറുക, ഈ ആള് മാറുക. ഇനി കേൾക്കണോ? ആ മിനിസ്ട്രി, ആ അധ്യായത്തിൽ തന്നെ പൗലോസിനെ കൊല്ലാൻ ആൾക്കാർ പ്ലാൻ ചെയ്തപ്പോഴാണ് പൗലോസിന്റെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുണ്ട്. അപ്പം ചോദിച്ചു, എന്തുവാ? ഈ കൊട്ടയ്ക്കൊക്കെ ഇറങ്ങാൻ ചോദിച്ചു. കൊട്ടയ്ക്ക്, ഓക്കെ, ഇതേ അതിനകത്തോട്ട് വന്നു. ഈ കൊട്ടയ്ക്ക് ഫ്ലെക്സിബിൾ ആയത് കണ്ടോ? ഇങ്ങനെ കൊട്ടയ്ക്കകത്തോട്ടെ. വിഷൻ നിന്നെ ചേഞ്ച് ചെയ്യും. ദർശനം നിന്നെ ചേഞ്ച് ചെയ്യും. ദർശനം നിന്നെ ഫ്ലെക്സിബിൾ ആക്കും. ദർശനം നിന്നെ ഫ്ലെക്സിബിൾ ആക്കും, പാനീയയാഗമാക്കും. ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒരുമിച്ച് ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ഇന്ന് രാവിലെ ഒന്ന് മാറിയിട്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആയിക്കേ. ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ.
അമേരിക്കയിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അമേരിക്ക എൻ്റെ സ്നേഹിതൻ എന്ന് പറയാൻ പറ്റത്തില്ല, വളരെ സീനിയർ ആയിട്ടുള്ളൊരു ബഹുമാന്യ ദേവദാസൻ, വളരെ ദർശനത്തിൻ്റെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഈ വെസ്റ്റ് ബംഗാളിൽ ഒയാസിസ് മിനിസ്ട്രീസ് എന്ന് പറയുന്നൊരു വലിയ സംഘടനയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ചർച്ചയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്, ഒരു മിഷൻ ട്രിപ്പിന് പോകുന്നു. ഒരിക്കൽ ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ 100-400 പേര് കൂടുന്നൊരു വലിയ മീറ്റിംഗ് നടക്കുമ്പോൾ ബംഗാളി പിള്ളേർ നിന്ന് വർഷിപ്പ് ചെയ്യുക. ജീസനെ ഭയങ്കര വർഷിപ്പ്. ഇപ്പം ഈ ആത്മീയരോട് ചോദിച്ചാൽ അറിയാം, അവരാദ്യം നോക്കുന്നത് വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്നവരായിരിക്കും. സത്യം പറയാട്ടോ, അല്ലെ നമ്മുടെ കണ്ണ് അവിടെ ഉടക്കത്തുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇടയ്ക്കൊരു ഓണ്ട് ഗ്ലോറിയൊക്കെ പറയുന്ന ആൾക്കാരുടെ മുഖത്ത് ഞങ്ങളുടെ കണ്ണ് ചെല്ലത്തുള്ളൂ. അത് അങ്ങനെ സെറ്റപ്പ് അങ്ങനെ ഇതങ്ങനെ ആക്കി വെച്ചേക്കും. ഭയങ്കര വർഷിപ്പ്. ഇപ്പോൾ ഒരു പയ്യൻ നിന്ന് ഭയങ്കര ആരാധനയാണ്. അപ്പോൾ എനിക്ക് തോന്നി അവനോടൊന്ന് സംസാരിക്കണം. എനിക്ക് ബംഗാളി അറിയത്തില്ല. ഇപ്പോൾ യോഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഒരു ദ്വിഭാഷയെ മുഖാന്തരം ട്രാൻസ്ലേറ്ററെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ പേരെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, പേരെന്തോ? അപ്പോൾ അയാൻ പറഞ്ഞു, പേരിന് ദ്വിഭാഷയുടെ ആവശ്യമില്ല, മലയാളിയാണ് പേര്. പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നീ ജയേഷ് എന്നാ പേര്, എത്ര നാളായിട്ടുണ്ട് ഇവിടെ? പറഞ്ഞ് 3-4 വർഷമായിട്ടുണ്ട്. അപ്പോൾ വൈഫിനെ വിളിച്ചു. വൈഫിൻ്റെ പേര് മെർലിൻ, ഒരു കൊച്ചുണ്ട്. പാസ്റ്റർ ഇവനെ നാട്ടിൽ ഒരു പ്രസംഗത്തിന് 5000 രൂപ കിട്ടും പണ്ട്. ഇവിടെ ഒരു മാസം അത്രയേ ഉള്ളൂ, ഒരു മാസം. നല്ല കാണാൻ സ്മാർട്ടായി സുന്ദരിയായിട്ടുള്ള വൈഫിനെയും ഒരു 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ താമസിച്ചിട്ട് ഒരു ബംഗാളിയായി മാറിയ ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞ നാട്ടിൽ നിന്നൂടെ? നാട്ടിലിപ്പോൾ എന്തോ മാർക്കറ്റ്. പക്ഷേ കുഞ്ഞിന് വിശന്നാൽ ഒരു പാല് വാങ്ങിക്കൊടുക്കാൻ കടം ചോദിക്കാൻ ആരുമില്ലാത്തൊരു ഗ്രാമത്തിൽ പാർക്കാൻ അവനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഫ്ലെക്സിബിൾ ആക്കും. ഈ കൊട്ടയ്ക്കകത്തോ കൊട്ടയോ കൊട്ട നോ പ്രോബ്ലം. ഫ്ലെക്സിബിൾ ആൾ മാറുന്നുണ്ടോ എന്നറിയോ? ദർശനം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഫ്ലെക്സിബിൾ ആകാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതുവരെ വേണ്ടതുപോലെ സമയം കണ്ടിട്ടില്ലാത്ത കൊണ്ടാണ്. മനസ്സിലായവർക്ക് കർത്താവ് ഒരു സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് ദൈവം ഇന്ന് രാവിലെ എന്നെ ഒന്ന് പുതുക്കിയെടുക്കണമേ. അങ്ങനെ പറയാൻ നിയോഗമുള്ളവർക്ക് കർത്താവിനെ ശ്രദ്ധിക്കുകയാണ്. അകത്ത് വെച്ച് ആ ഹൃദയം തുറന്ന് പറയണം, ഭംഗിവാക്കി പറയല്ലേ, എന്നെ ഇന്നൊന്ന് പുതുക്കിയെടുക്കണമേ എന്ന് പറയാൻ അകത്ത് നിയോഗം പ്രാപിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയോ. ആ ദർശനം പ്രാപിച്ച ഈ മനുഷ്യന് ഒറ്റ യാത്രയായിരുന്നു. 16-ാം അധ്യായം വരെ ഒറ്റ പോക്ക്. 1:9 to 16 16-ാം അധ്യായം വരെ ഒറ്റ വിഷൻസ്. അതിന്റെ വേളയ്ക്ക് കൊടുത്തിട്ടില്ല, നേരെ ഒറ്റ പോക്കാം. 16 ചെന്നപ്പോൾ തോന്നി നമുക്ക് ആസിക്ക് പോകാം. പറഞ്ഞു നോ. അതെ, ബിദുന്നിക്ക് പോകാം. നോ. മുസിയെ കടന്ന് ത്രോവാസിൽ ചെന്ന് ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ രാത്രിയിൽ ദർശനത്തിൽ പറഞ്ഞു കമോൺ മക്കദോന്യക്ക്. അടുത്ത വാക്ക് പിറ്റേന്നാളെന്നാ. രാത്രി പിറ്റേന്നാൾ ഇല്ല, നെക്സ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി 2 ദിവസം കൂടെ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. പിറ്റേന്നാൾ രാത്രിയിൽ കണ്ട് പിറ്റേന്നാൾ ഗ്യാപ്പില്ല. അതാ പറഞ്ഞ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. പിറ്റേന്നാൾ ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് ശ്രദ്ധിക്കാം. സ്തോത്രം. ഒന്നിൽ നിൽക്കാതെ അടുത്തതിലേക്ക് കയറാൻ, രാജ്യാന്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ദർശനത്തിലേക്ക് ഇന്ന് രാവിലെ കയറാൻ അകത്ത് നിയോഗമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? Somebody shout hallelujah. പിറ്റേന്നാൾ അവർ നേരെ ചെന്ന് സ്ട്രൈറ്റ് കപ്പലില്ലാത്തത് കൊണ്ട് പല വഴി കറങ്ങി ഫിലിപ്പിയയിലെത്തി. ഫിലിപ്പിയ മാസിഡോണിയ എന്ന് പറഞ്ഞ വമ്പൻ രാജ്യത്തിൻ്റെ ഒരു കൊച്ചു പട്ടണമാണ് ഫിലിപ്പിയ. അവിടെ ചെന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തു. ഇതിനെ ചർച്ച ഉണ്ടോ എന്ന് എല്ലായിടത്തും നോക്കിയപ്പോൾ ചർച്ച കണ്ടില്ല. ഫസ്റ്റ് നോക്കിയത് ചർച്ച ഉണ്ടോ എന്നുള്ളതാ. സഭത്തിൽ ഇങ്ങനെ ചർച്ച ഉണ്ടോ. അതാണ് ഈ ദർശനത്തിൻ്റെ പ്രത്യേകത. അവൻ ആദ്യമേ അതേ നോക്കത്തില്ല. ക്ലബ് ഉണ്ടോ, റെസ്റ്റോറൻ്റ് ഉണ്ടോ, KFC വന്നോ, അതൊന്നുമല്ല. ഫസ്റ്റ് ചർച്ച ഉണ്ടോ. ഇവിടെ നോക്കിയേ, അവിടെ ചർച്ച ഇല്ല. എന്നാൽ പിന്നെ രക്ഷപ്പെട്ടു. നമുക്ക് പറയാൻ ഒരു എക്സ്ക്യൂസ് വന്നു. അവിടെ കൂട്ടായ്മ ഇല്ല മമ്മി, പറയാൻ എക്സ്ക്യൂസ് ഉണ്ട്. ഇല്ല, അത് പറഞ്ഞില്ല. ചർച്ചില്ല, നമുക്ക് യോഗം മുടക്കാൻ പറ്റത്തില്ല. കാരണം വന്നത്
ആരും പറഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇടപാടാണ്. പുഴവക്കത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങോട്ട് നോക്കൂ, കുറേ പേര് കേട്ടു, ഒരാൾ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചവിടെ ഹൃദയം തുറന്നു. കേട്ടവരല്ല, ശ്രദ്ധിച്ചു. ശ്രദ്ധ. കേട്ടവരെല്ലാം കേട്ടു, പക്ഷേ ശ്രദ്ധിച്ചു. ശ്രദ്ധയ്ക്ക് പ്രാധാന്യമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചവിടെ ഹൃദയം തുറന്നു. പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസ്ത എന്ന് എണ്ണമെങ്കിൽ ചർച്ച വീട്ടിൽ യോഗം വെക്കണം. അതേ എൻട്രി വരുന്ന കണ്ടോ. പറഞ്ഞു, പിന്നെ എവിടെ യോഗം വെക്കാൻ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് വീട് തുറന്നു. രാവിലെ ഉച്ചയ്ക്കുമായിട്ട് ഈ വീട്ടിൽ യോഗം. അവിടെ യോഗത്തിന് പോകുമ്പോൾ അതേ പട്ടണത്തിൽ ഒരു സ്ത്രീയുണ്ട്, പേരറിയത്തില്ലെങ്കിൽ വെളിച്ചപ്പാടുണ്ട്. അവർ പറഞ്ഞു, ദേ പോകുന്ന പാസ്റ്റർമാർ ഒന്നും വേണ്ടിയില്ല. പിന്നെ കൂടെ ആയപ്പോൾ ഒന്ന് മുഷിഞ്ഞു. എന്നും കൂടെ കേട്ടപ്പോൾ ഒന്ന് മുഷിഞ്ഞു. ഒരു ശാസന ശാസിച്ചു. അവരെ എപ്പോഴും ശാസിക്കുന്ന കൊണ്ട് മെച്ചമൊന്നുമില്ല. ഒറ്റ പ്രാവശ്യമേ ശാസിക്കുന്നുള്ളൂ എങ്കിലും അത് ആത്മാവിലാണെങ്കിൽ അന്ന് വിടുതലാണ്. ഹല്ലേലൂയ. നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നതിനെ ചുമ്മാ ശാസിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മ നിയോഗത്തിൽ ആത്മാവിലൊന്ന് ശാസിച്ചാൽ, ഒന്ന് മുഷിഞ്ഞ് ശാസിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ അതിന് വിടുതൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അവൾ രക്ഷിക്കപ്പെട്ടു. 2 വിശ്വാസികൾ വന്നു. ലുദിയായും വന്നു, വെളിച്ചപ്പാടത്തിൻ്റെ പേരറിയത്തില്ല, പുള്ളിക്കാരിയും വന്ന് കാണുമല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷേ ആൾക്കാർ പൗലോസിനെ ശീലാസിനെ അടിച്ചിട്ട് അകത്തെ തടവിലാക്കി. വിഷന്റെ പ്രത്യേകത പറയുകയാണേ, അകത്ത് പല തടവുണ്ട്. അകത്തിട്ട്, കൈ ചങ്ങലയ്ക്ക് അകത്തിട്ട്, കാലാമത്തിനകത്തിട്ട്. ആമോ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പലകയ്ക്ക് ഹോളിട്ടേച്ച് ഒരു കാലിങ്ങനെ അപ്പം നടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പറ്റത്തുള്ളൂ. ചെങ്ങനെ ഇങ്ങനെ കാരാഗ്രഹത്തിനകത്ത് അടിച്ചു. പുറമൊക്കെ പൊട്ടിച്ചു, മുഖത്തൂടെ ബ്ലഡൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പൗലോസ് അവിടെ, ശീലാസ് അവിടെ, മറ്റവരും കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 2 എണ്ണം കൂടെ അകത്തെ തടവിൽ കാപ്പാനേൽപ്പിച്ച് അകത്തെ തടവിൽ. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, നോക്കിക്കൊണ്ടിരുന്നല്ല, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പൗലോസ് പറഞ്ഞു, ഈ ഇരിപ്പ് ശരിയല്ല, പാടാ, പ്രാർത്ഥിക്കുക. ഈ സ്തോത്രം ഇങ്ങനെ പ്രാർത്ഥന പാട്ടാ ഇങ്ങനെ മാറി. അപ്പം ഇവർക്കൊരു ആഗ്രഹമുണ്ട് ഈ ചലിക്ക് കൈയടിക്കാം, പക്ഷെ ചങ്ങലയിട്ടേക്കുമല്ലയോ. എന്നാലും പറ്റുന്ന വലുപ്പത്തി ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു. പക്ഷെ അറിയത്തില്ല, പരിശുദ്ധാത്മ ഇറങ്ങിയപ്പോ അതിനകത്തുള്ള സകലരുടായ ചങ്ങല അഴിഞ്ഞു. ഷാദാല 213 ക്രിമിനലുകൾ ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം. 213. 2 എണ്ണത്തിന്റെ ആരാധനയിൽ 213 ചങ്ങല അഴിഞ്ഞു. ഇന്ന് രാവിലെ നീ സ്തോത്രം പറഞ്ഞാൽ നിന്റെ മാത്രമല്ല, നിന്റെ അടുത്തിരിക്കുന്നവരുടെ ചങ്ങലയിൽ പോട്ടും ഈ രാവിലെ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചവരുടെ ഏതാണ്ട് 213 ക്രിമിനലുകൾ ഉണ്ടായിരുന്നതാണ് ചരിത്രം. അത്രയും പേരുടെയും കെട്ടഴിഞ്ഞു. ഞങ്ങൾ അവിടെ പറഞ്ഞത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞെന്ന. എന്നാൽ 2 പേരുടെ അല്ല, എല്ലാവരുടെയും. അപ്പം ഞാൻ ചോദിച്ചു, പൗലോസ് അവർ ആരാധിച്ചോ? ഇല്ല. പിന്നെ ഇവർ അഴിയാൻ കാരണം എന്നാ? അല്ല, അവർ ആരാധിച്ചില്ല, പക്ഷെ ഇവർ ആരാധന ശ്രദ്ധിച്ചു. നിന്റെ മനസ്സിനെ സാത്താൻ ഡിസ്റ്റർബ് ചെയ്യുന്നതിന്റെ കാരണം നിനക്ക് വിടുതൽ ഉണ്ടെന്ന് ഉറപ്പായതുകൊണ്ട്. നീ ശ്രദ്ധിച്ചാൽ വിടുതൽ അല്പം ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ ശ്രദ്ധിച്ച് കാര്യം പിടിക്ക്. നിങ്ങൾ നോക്കണേ, ചങ്ങല എല്ലാം അടിഞ്ഞു. വാതിൽ മൊത്തം തുറന്നു, ഫുള്ളി ഓപ്പൺ. ലിസൺ ടു മീ. ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു, അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പക്ഷെ ആരാധനയ്ക്ക് കുറവൊന്നുമില്ല, എല്ലാവരും അകത്തുണ്ട്. ഇതൊന്നും അറിയാതെ കാരാഗ്രഹ പ്രമാണി ഉറക്കവാ. പുള്ളി രാവിലെ നോക്കിയപ്പം വാതിൽ തുറന്നു കിടക്കുന്നു, ചങ്ങല അഴിഞ്ഞു കിടക്കുന്നു. എല്ലാവരും പോയി കാണുന്നോർത്ത് തന്നെത്താൻ കുത്തി ചാകാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും. ഞാൻ ഞെട്ടിപ്പോയി. എല്ലാവരും ഉണ്ട്. ഞാൻ ചോദിച്ചു, എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. പൂഞ്ഞപ്പുര സെൻട്രൽ ജയിലിൽ അത് ചെങ്ങലയും പോയി വാതിലും തുറന്നു കിടന്ന നേരം വിളിക്കുമ്പോൾ ആൾക്കാർ കാണും. തുരങ്കം ഉണ്ടാക്കി പോകുന്ന കാലഘട്ടം. തുരങ്കത്തിൽ കൂടെ കയറിയ വീട്ടിൽ ചെന്ന് പോകും.
ആ സ്ഥാനത്ത് 213 എണ്ണവും അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ ഞാൻ ചോദിച്ചു പോയില്ലയോ? പോയില്ല. ഇപ്പൊ ചോദിച്ചു എന്നെ പോകാത്തെ? അല്ല, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നത് വകുപ്പ് മന്ത്രിയല്ല, പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിന്റെ റേഞ്ച് വിട്ട് എവിടെ പോകാൻ? ആര് പോകാൻ? എങ്ങോട്ട് പോകാൻ? മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. ട്രിവാൻഡ്രം പട്ടണത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ, തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? രക്തത്താൽ ചെയ്യാം. സന്തോഷമായിട്ട് നന്നായിട്ട് കരം പിടിച്ച്, നിങ്ങളെ നന്നായിട്ട് കരം പിടിച്ചാൽ തന്നെ വിടുന്നില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, മാസ്റ്റർ വെളിച്ചം ചോദിച്ചോണ്ട് അകത്തോട്ട് ചാടി. അകത്ത് ആണോ വെളിച്ചം അതോ വെളിയിലാണോ? വെളിയിലാണ് വെളിച്ചം. ഇവര് അകത്താണ്, ഇരുട്ടാണ്. പക്ഷെ ഇയാളോട് വെളിച്ചം ഇവിടെ. ഞാൻ ചോദിച്ചോ, സാധാരണ പുറത്തല്ലേ വെട്ടം കൂടുതൽ, അകത്ത് ഇരുട്ടല്ലേ? പക്ഷെ ഇതെങ്ങനെ? അല്ല, ഇപ്പൊ സിസ്റ്റം മാറി. ഇപ്പൊ വെളിയിൽ ഇരുട്ടും അകത്ത് പ്രകാശവും. സിസ്റ്റം മാറി. നിന്റെ കൂടാരത്തിന്റെ സിസ്റ്റം മാറും ഇന്ന് രാവിലെ. വിശ്വസിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ സിസ്റ്റം മാറും ഇന്ന് രാവിലെ. നിന്റെ തലമുറയുടെ സിസ്റ്റം മാറും ഇന്ന് രാവിലെ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ച് ഈ രാവിലെ തുടങ്ങുക. നിന്റെ കറക്കം അവസാനിക്കും ഇന്ന് രാവിലെ. ചില കറക്കങ്ങൾ അവസാനിക്കും. ഓ റമസിയാന്തർജനാഥന. അങ്ങനെ പരിശുദ്ധാത്മ ഇന്ന് രാവിലെ പറയുന്നത് കുടുംബങ്ങളുടെ സിസ്റ്റം മാറാൻ പോവാ. റംസിയാന്തർജനാഥ. നിരാശയുടെ സിസ്റ്റങ്ങൾ, തകർച്ചയുടെ സിസ്റ്റങ്ങൾ, ആകുലതയുടെ അനുഭവങ്ങൾ ഇന്ന് രാവിലെ തമ്പുരാൻ മാറ്റാൻ പോവാ. ഓ ദർശനത്തിന്റെ ശക്തി ഇത് കൂടാരത്തിൽ പകരപ്പെടാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. Thank you, Holy. Thank you, Holy. വൈഡാല ഹസ്തർ ജനാദന. ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇയാള് വെളിയിൽ നിന്നുകൊണ്ട് അകത്തോട്ട് ചാടി ചോദിക്കുകയാണ്, വെളിച്ചവിടെ. അപ്പൊ സിസ്റ്റർ ഇതുവരെ കാണാത്തത് മാറി. ഇനി അടുത്ത കാര്യം കേൾക്കണോ? ഈ പിടിക്കപ്പെട്ട തടവ് പുള്ളികളായിട്ടുള്ള പൗലോസിന്റെ കാക്കലോട്ട് വീണിട്ട് ചോദിക്കുകയാണ്, യജമാനനെ രക്ഷ പ്രാപിക്കാൻ ഞാൻ. സാധാരണ അങ്ങനെ കുറ്റവാളികൾ വന്ന് പറയും, സാറേ ഞങ്ങൾക്ക് പുറത്തു പോകാൻ വല്ല മാർഗമുണ്ടോ? സാറിന് വല്ല റൂഫ് കോൾ വല്ല അറിയാമോ? സാറേ തിരിച്ചാ. പക്ഷെ ഇത് നേരെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, കുറ്റവാളിയോട് ചോദിക്കുകയാണ്, യജമാനനെ രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? ഹല്ലേലൂയ. ഫിലിപ്പിയൻ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നൊരു ചേഞ്ചാ. അതിന്റെ കാരണം ആ പട്ടണത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ദർശനമുള്ള ഒരുത്തൻ കാൽ കുത്തിയത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങി കയറുമ്പോൾ നീ വന്ന പോലെ അല്ല കയറേണ്ടത്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നത് ദൈവമേ, എനിക്ക് ഇന്ന് രാവിലെ നിന്റെ ഒരു ദർശനം എന്റെ എന്നെ രൂപപ്പെടുത്തിയെടുക്കണമേ കർത്താവേ, എന്നെ ആൾ മാറ്റണേ കർത്താവേ. ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ഹല്ലേലൂയ പറ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ. എല്ലാം പറയാൻ സമയമില്ല. ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യട്ടെ. യെരൂശലേമിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലും, കൊന്നിട്ട് ഫുഡ് കഴിക്കത്തുള്ളൂ 40 പേര് ശപഥം ചെയ്തു. ഈ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ 2-3 ലോക്കൊക്കെ ഇട്ട് പൂട്ടി വെച്ചേക്കുവാ പൗലോസിനെ. യെരൂശലേമിലെ വാക്യം കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. രാത്രിയിൽ കർത്താവിന്റെ ദൂതം എന്ന് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ പറഞ്ഞ പോലെ തന്നെ നിന്നെ റോമയിൽ കൊണ്ടുപോകും.
ഇന്ന് രാവിലെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്കുക. ഈ താഴെ പൊളിയുന്ന ദിവസങ്ങളുണ്ട്, ഈ ലോക്ക് പൊട്ടുന്ന ദിവസങ്ങളുണ്ട്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിനെ ഒരുമിച്ച് ഒന്ന് സ്തുതിക്കുക. ഞാൻ ചിന്തിക്കുന്നത് പറയാമോ, അതുവരെ ഒരു പക്ഷേ ഭാരപ്പെട്ടായിരിക്കും കിടന്നത്. പക്ഷേ ഈ വിഷൻ കിട്ടിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവിടെ അങ്ങനെ തീരത്തില്ല. സുഖമായിട്ട് ഉറങ്ങിക്കാണ്, നല്ലപോലെ ഉറങ്ങിക്കാണ്, നല്ല ഉറക്കം. ഇനി ഇപ്പം എന്തായാലും പൂട്ട് 30 അല്ല 300 ഇട്ടാലും ഞാൻ എവിടെ ചെല്ലും? ഇവിടുന്ന് അങ്ങ് മാറും, ഇവിടുന്ന് അങ്ങ് പോകും. 40 പേര് പറഞ്ഞു നോ, കൊന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും. ഇവർ കൊന്നോ പൗലോസ് റോമിൽ ചെന്നോ? ഇവന്മാർ സ്ട്രോങ് ആണെങ്കിൽ ഇവർ പറയാം കൊന്നിട്ടേ കഴിക്കൂ. അത്ര സ്ട്രോങ് ആൾക്കാരാണെങ്കിൽ ചത്ത് കാണും 40 പേര്. എത്ര നാൾ കിടക്കാൻ പറ്റും? പക്ഷെ പൗലോസ് അവരുടെ നടുക്കൂടി ഇങ്ങനെ പോയി. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. ദർശനം ഉണ്ടോ? നീ സംതിങ് സ്പെഷ്യൽ ആയിരിക്കും. അല്പനിമിഷങ്ങൾ ആദരം തുറന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ വേദിയാ, ഒരു വലിയ അവസരമായത്. ഇതിന്റെ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ട സെക്കൻഡുകളാണ്. ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ആദരം തുറന്ന് സ്തുതിച്ചോ. ഒരുപക്ഷെ വർഷങ്ങൾ കൊണ്ട് നിന്നെ ബന്ധിച്ച പല ബന്ധനങ്ങളും ഇന്ന് രാവിലെ അഴിഞ്ഞു മാറുന്ന ദിവസങ്ങളായിരിക്കാം. ചേർന്ന് കരം പിടിച്ച് അല്പനിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചേ.